അതുപോലെ പറയാനുള്ളത് വിഡ്ഢിത്തത്തിൽ വിഡ്ഢിത്തത്തിൽ കടുംപിടുത്തം അരുത്. വിഡ്ഢിത്തത്തിൽ വിഡ്ഢിത്തത്തിൽ കടുംപിടുത്തം അരുത്. അതൊരു സ്ഥലത്തേക്കും ഞങ്ങൾ എത്തിക്കില്ല. വിവരത്തെ മുറുകെ പിടിക്കൂ. വിഡ്ഢിത്തത്തെ മുറുകെ പിടിക്കാതിരിക്കൂ. വിഡ്ഢിത്തത്തിൽ കടുംപിടുത്തം അരുത്. അതൊരു സ്ഥലത്തും ഞങ്ങൾ എത്തിക്കില്ല. വിവരത്തെ മുറുകെ പിടിക്കൂ. വിഡ്ഢിത്തത്തെ മുറുകെ പിടിക്കരുത്. അപ്പം അങ്ങനെ ഈ തുടർച്ച 3/4 മണിക്കൂർ, ഒരു 45 മിനിറ്റ്സ് കേൾക്കാവുന്നതുള്ളൂ. ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് ബാക്കി വെച്ചാൽ മതി. വിവരമുള്ള കാര്യങ്ങളാണ് പറയണത്. ആരും പറയിപ്പിച്ചിട്ടല്ല, ബൈഹാർട്ടാക്കിയിട്ടല്ല. പറയിപ്പിക്കാണ്ട് പറയണതിൽ അർത്ഥമുണ്ട്. വിവരമുള്ള കാര്യം പറയണത് എത്രത്തോളം അർത്ഥമുണ്ട്. അപ്പോൾ ഒരു 45 മിനിറ്റ് തുടർച്ച കേൾക്കുക. 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മരിക്കണവരെ കേൾക്കണ്ടല്ലോ, എന്തെങ്കിലും മാറാം. അപ്പം മനസ്സിലാക്കുക. പിന്നെ ബുദ്ധിസ്ഥിരതയില്ലാത്ത പെണ്ണുങ്ങൾ പിന്നിൽ വാലാട്ടി പട്ടികളെ പോലെ കുറേ ഡ്രഗ് അടിച്ച് നടക്കും. അബോർഷൻ ചെയ്യണവർ, പിൽസ് ചെയ്യണവർ, പ്രഗ്നൻ്റായി നടക്കണവർ, ഉയരം കുറഞ്ഞവർ. അവർക്ക് ഹുങ്കാണ്, വിഡ്ഢിത്തത്തിൽ ഹുങ്ക്, വിഡ്ഢിത്തത്തിൽ അഹങ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഈ കാറൽ മാക്സ്, ബോബ് മാർലി, അഡോൾഫ് ഹിറ്റ്ലർ, ഇതൊക്കെ തെറ്റാണ്. ആത്മഹത്യ ചെയ്തവർ, കാറൽ മാക്സ്, ബോബ് മാർലി, ചെഗുവേര, ഡ്രഗ് അടിച്ച് നടക്കണവർ, പാവങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് പാവങ്ങളെ പറ്റിക്കണവർ, പണക്കാർ പാവങ്ങൾ തമ്മിൽ അടി കുടിപ്പിക്കണവർ, അല്ലേ? കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഹിന്ദി കുട്ടികൾ വരെ തന്നെയാണ് സപ്പോർട്ട്. ഹിന്ദി കുട്ടികൾ, മലയാളി MDMA ഹിന്ദി കുട്ടികളോട് മലയാളം പറഞ്ഞാൽ അവർക്ക് ഹിന്ദിയെ പറയാൻ പറ്റുള്ളൂ. എന്താ മലയാളത്തിൽ സംസാരിച്ചോളാം, ഹിന്ദി എങ്ങനെ എന്തിനു പറയണമെന്ന് ചോദിക്കില്ല. മലയാളി പാരൻസ് ഉണ്ടായത് തെറ്റിച്ചിട്ട് കുറേ ഹിന്ദു എന്ന് പറഞ്ഞാൽ യു മാറ്റിയ BJP, CPIM, മാർക്സിസ്റ്റ്. കാറൽ മാക്സ് യഹൂദിയനായിരുന്നു. പക്ഷേ യഹൂദിയരെ ഇഷ്ടമല്ല. യഹൂദിയർ കറക്റ്റായിട്ട് വന്നു. ഇസ്ഹാക്കിന് പകരം യേശുവിനെ സാക്രിഫൈസ് ചെയ്യിച്ച് അവർ പാതിരി ഭാഷ നിർത്തി, എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ബൈബിളൊക്കെ വായിച്ച് തലാക്കും തോര താൽമൂഡ്. മുസ്ലിംസ് വൃത്തികേട്. അവർ യഹൂദിയരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുസ്ലിംസ്, അഡോൾഫ് ഹിറ്റ്ലർ, ഹിന്ദുസായി മാറുന്ന മുസ്ലിംസ്, കുറേ തലപ്പക്കത്ത് ആരിക്കണം എന്നറിയാണ്ട് കുറേ വെടിവേഷത്തിൽ നടക്കുന്നുണ്ട് മുസ്ലിംസ്. അവർ എത്ര വയസ്സായാലും പണ്ടേ തൊട്ട് ചെറുപ്പത്തിൽ അവരുടെ തന്തയും തള്ളയും കുത്തി കയറ്റി വെച്ച് കാണാൻ വെട്ടിത്തണ്ടല്ലോ ബ്രെയിനിൽ, അത് പുറത്തേക്ക് കാണിക്കും. എന്നിട്ട് ഹിന്ദുസിനോട് അത് പറയും. ഹിന്ദുസും മുസ്ലിംസും ശരിക്കുള്ളത് പറഞ്ഞാൽ അവർക്ക് ദണ്ണാണ്. മുസ്ലിംസ്, ഷൂർഖാൻ, ഹിന്ദുസ് വെടിത്തം നിർജ്ജീവമായതിനെ ആരാധിച്ചിട്ട് ഡ്രഗ് അടിച്ച് നടന്ന് നിരീശ്വരവാദം കൊണ്ട് നടക്കണവർ, കാറൽ മാക്സ്, യഹൂദിയർക്ക് എതിർത്ത് നടക്കണവർ, ക്രിസ്ത്യാനികൾക്കെതിരെ, മാമോദീസ റോമൻ കാത്തലിക് നടക്കണവർ, BJP, ഹിന്ദുസ്, മുസ്ലിംസ്. ഇതാണ് തെറ്റ്. അവർ തെറ്റ് പറഞ്ഞു കൊടുത്താൽ അവരെ അരുന്നൂട്ടി വാങ്ങണ രീതിയിൽ ശരിക്കുള്ള മനസ്സിലാക്കില്ല. ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയില്ല. ഡ്രഗ് അടിച്ച് നടക്കും. പിന്നെ അങ്ങനെ തന്നെ സെയിം. ഈ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും നടക്കണല്ലേ. മുസ്ലിംസ് കുറേ പേര് കൃത്രിമം കാണിക്കണവർ, ആര് പറയിപ്പിച്ച് മാത്രം പറയും, വെളിവില്ലാത്തവർ. മുസ്ലിംസായ മാമുക്കോയ, ഷൂർഖാൻ, 3ാമത് 7ാമത് ജനിച്ചവർ, അനിയന്മാർ, മൂത്തവൻ 1ാമത് എന്നുള്ളതിൻ്റെ ഒരു കണക്ഷൻ ഇല്ലേ. ഡ്രഗ് അടിച്ച് നടക്കണവർ. നിലനിന്ന് പോകുന്നത് ഒരു കാര്യം അധിഷ്ഠിതമായി നിൽക്കണത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമല്ല. ശരിക്കുള്ളത് പറഞ്ഞാൽ അവർക്ക് അരുന്നൂട്ടി വാങ്ങണ ചെഗുവേര, ആത്മഹത്യ ചെയ്യണ അഡോൾഫ് ഹിറ്റ്ലർ, റോമൻ കാത്തലിക്സ്, മുസ്ലിംസ് കുറേ ഹിന്ദുസായി മാറണവരുണ്ട്. എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ കടന്നിട്ട് CPI, മുസ്ലിം ലീഗും പറഞ്ഞ് നടക്കണവർ. ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് പറയാം, അത് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഒരു essay എഴുതിപ്പിച്ച് പറപ്പിച്ച് മൈക്കിന് മുന്നിൽ മെറ്റീരിയലിസ്റ്റിക് ഡയലോഗ് പറഞ്ഞ പോലെ അല്ലത്. ഇത് ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. എന്നിട്ടും ഡ്രഗ് അടിച്ച് നടക്കണവർ ഇത് മനസ്സിലാക്കാണ്ട് അവരുടെ തെറ്റ് അവർക്ക് അറിയാം. എന്നിട്ടും കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഈ പെണ്ണുങ്ങൾ വരെ കോംപ്ലക്സ് ഉള്ളവരാണ് ഡ്രഗ് അടിച്ച് നടക്കണവർ. എന്നിട്ട് പിൽസ് അബോർഷൻ ചെയ്ത് നടക്കുന്നതായിട്ട് ഈ റോമൻ കാത്തലിക്സ്, ഈ ഹിന്ദുസ്, ഈ മുസ്ലിംസ്, ഈ ചെഗുവേര, ഈ കാറൽ മാക്സ്, യഹൂദിയർക്കെതിരെ, ക്രിസ്ത്യാനിറ്റിക്കെതിരെ, പിന്നെ ഹിന്ദുസിൻ്റെ വാലാട്ടി പട്ടികളെ കുറേ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ട് നിർജീവം പൊക്കി വെച്ച് നടക്കണവർ. എല്ലാവർക്കും പുനർജന്മം ഇല്ലയെന്ന് അറിയാൻ കറക്റ്റായിട്ട്. അതിനാണ് ഇവിടെ കടന്ന് കാട്ടിക്കൂട്ടണത്, തെറ്റിൽ ഉരുണ്ട് കളിക്കുന്നത്. എന്നിട്ട് ഈ നിരീശ്വരവാദം കൊണ്ട് നടക്കണവർ, ജീവനുള്ള ദൈവത്തിനെതിരായിട്ട് സംസാരിക്കണവർ, ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റിക്കെതിരെ സംസാരിക്കണവർ, റോമൻ കാത്തലിക്സ് വിപരീതം ചെയ്യണവർ, ഈ ഹിന്ദുസും മുസ്ലിംസും കുറേ ഹിന്ദുസ് ആവണവരും പറയിപ്പിച്ച് പറഞ്ഞ ഡയലോഗും അവർ ലെജൻഡല്ല, വേസ്റ്റാണ്. പറയിപ്പിച്ച് ആരും കോപ്പി ചെയ്തിട്ട് പറയിപ്പിച്ച് പറഞ്ഞവരെങ്ങനെ ലെജൻഡാവും? പറയിപ്പിച്ച് പറയാം. സ്വയം വെളിവില്ല തലയ്ക്ക് എന്താ പറയണ്ടതെന്ന്. എന്നിട്ട് ആരും പറയിപ്പിച്ച് ഡ്രഗ് അഡിക്ട്സാണ് പറയിപ്പിക്കണേ. എന്നിട്ട് ഈ സ്ത്രീകളും കുറേ പേര് നടക്കുന്നുണ്ട്, 5 അടി 6 ഇഞ്ചുള്ളവർ,
ഫേക്ക് ഇൻഫോർമേഷൻ ഇൻ്റർനെറ്റിൽ കൊടുത്തിട്ട് ഡ്രഗ് അടിച്ച് നടക്കണവർ. അതൊക്കെ അതിനൊക്കെ ആലോചിച്ചിട്ട് എന്ത് കാര്യം? CPI, മാർക്സിസ്റ്റ്, BJP ഈ ഡ്രഗ് അടിച്ച് നടക്കണവരാണ്. ജീവിക്കാൻ ധൈര്യമില്ലാത്തവർ, പാവങ്ങളും രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് തമ്മിൽ അടി കുടിപ്പിച്ചിട്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ച് അരുന്നൂട്ടി വാങ്ങിച്ചിട്ട് ഇരുന്ന് അട്ടഹസിച്ചിരിക്കും ഒളിച്ചിരുന്നിട്ട്. എന്നിട്ട് ഡ്രഗ് അടിച്ച് നടന്നിട്ട് CPI, മാർക്സിസ്റ്റ്, ധൈര്യമില്ലാത്തവർ, പെട്ടെന്ന് വിഷമം വരണവർ, പരീക്ഷയിൽ പൊട്ടി കഴിഞ്ഞാൽ അത് ശരിക്കുള്ളവനെ നേരെ ചൂണ്ടി കാണിക്കും. ഡ്രഗ് അടിച്ച് നടക്കണവർ പരീക്ഷയിൽ പൊട്ടി ജോലി പോയി എന്ന് പറഞ്ഞ് ഡ്രഗ് അടിച്ച് നടന്ന് കുടിച്ചും കുടിക്കുകയും കഴിച്ച് ബീഡി സിഗരറ്റ് വലിച്ച് 20 വർഷം നടന്ന് സ്വന്തം ഹെൽത്ത് നശിപ്പിക്കണവർ. ആരോഗ്യമില്ലവർക്ക്, പുറമേ തോന്നുന്ന വെളുത്ത് തടിച്ച് കുടവയറൊക്കെ ഉണ്ടാവും. പക്ഷേ ഡ്രഗ് അടിച്ച് നടക്കണവർ, തമ്മിൽ കൊല്ലിക്കണവർ, സാധാ രീതിയിൽ സംസാരിക്കാറിയില്ല. അവർക്ക് സമാധാനമല്ല വേണ്ടത്, തമ്മിൽ കൊല്ലിച്ചിട്ട് ഉള്ളിൽ വെറുപ്പും വിദ്വേഷം കൊണ്ട് നടക്കണ ഏതോ പണ്ട് തന്തയ്ക്ക് തള്ളക്ക് ജനിച്ചത് ഇപ്പം വയസ്സായിട്ട് കാര്യമില്ല. പണ്ടത്തെ കുരുട്ട് ബുദ്ധി കയറ്റി വെച്ചിട്ടുള്ളേ അത് ഇപ്പോഴും വയസ്സായിട്ട് അവർ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ശരിക്കുള്ളത് കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ഡ്രഗ് അടിച്ച് നടക്കണവർ. ഇവരുടെ പിന്നിലൊക്കെ വാലായിട്ട് ഫോളോ ചെയ്തിട്ട് എന്ത് കാര്യം? രാഷ്ട്രീയക്കാർ കുറേ ഉണ്ട്, കോൺഗ്രസ് വരെ ഡ്രഗ് അടിച്ച് CPI, BJP ഇതന്നെ കാണിച്ചുകൊണ്ടിരിക്കണം. അവിടെ ഇവിടെ ഓരോന്ന് പറഞ്ഞിട്ട് എനിക്കെങ്ങനെ തിരിയാ? അതുപോലെ മൂമന്മാർ കുടിച്ച് ഡ്രഗ് അടിച്ച് ഖുറാൻ എഴുതി തമ്മിൽ കൊല്ലിക്കണവർ, മുസ്ലിംസ്, ഹിന്ദുസ്, റോമൻ കാത്തലിക്സ്, ക്രിസ്ത്യാനിറ്റിക്ക് വിപരീതം ചെയ്യണവരൊക്കെ തന്നെ സെയിം സ്ട്രെങ്ത്തിന് വിപരീതം ചെയ്യുന്നത്, തമ്മിൽ കൊല്ലിക്കുന്നത്, പെണ്ണ്, മന്ദൻ, ഊമൻ എന്നൊക്കെ പറയുന്നത് ഡ്രഗ് അടിച്ച് നടക്കണവരാണ്. ഓർത്തിരുന്നോ? അവർ തെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളവർ, പിഴവ് സംഭവിച്ചവർ, വിപരീതം ചെയ്യണവർ, ആൾക്കാരായിട്ട് ഇതുള്ളതിൻ്റെ തെറ്റിദ്ധാരണ, പിടിച്ചിക്കലിൻ്റെ തെറ്റിദ്ധാരണ കാണിച്ച ആൾക്കാരായിട്ട് ഇതില്ലാത്തത് സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണവർ, മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്യണവർ, വിപരീതം ചെയ്യണ ചെഗുവേര, കാറൽ മാക്സ്, അതുപോലത്തെ പിൻഗാമികൾ, കുറേ തമ്മിൽ കൊല്ലിച്ച് നടക്കണവർ, ധൈര്യമില്ലാണ്ട് പരീക്ഷയിൽ പൊട്ടിയെന്ന് പറഞ്ഞ് ഡ്രഗ് അടിച്ച് നടക്കണവർ, തമ്മിൽ അടി കൂടിപ്പിക്കണവർ, ഡ്രഗ് അടിച്ച് നടക്കണവർ, അത് ധൈര്യം വിചാരിച്ച് നടക്കണവർ. വീട്ടിൽ സ്ത്രീകളിൽ ചെറിയ ധൈര്യമെന്നാണ്. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് അന്നേ തൊട്ടുള്ള അധിഷ്ഠിതമായി നിൽക്കാണ്ട് ശരിക്കുള്ള കാര്യം കേൾക്കുമ്പോൾ തെറ്റിൽ ഉരുണ്ട് കളിക്കണവർ, വിഡിത്തത്തിൽ ഉരുണ്ട് കളിക്കണവർക്ക് മുജെ ഹാർട്ട് അറ്റാക്ക് കർവാവുക എന്ന് പറഞ്ഞിട്ട് പരശുരാവാല് പറയണ പോലെ ആരും പറയണവർ, വെളിവില്ല അവർക്ക്. ഡ്രഗ് അഡിക്സ് പറയിപ്പിച്ചാലേ അവർ ചെയ്യുള്ളൂ. അങ്ങനെയുള്ളവർക്ക് സ്വന്തം പിഴവ് സംഭവിച്ച് പോയി എന്ന് തോന്നൽ വരണവർ, തെറ്റിൽ ഉരുണ്ട് കളിക്കണവർ, എത്ര പറഞ്ഞാലും മാറാത്തവർ. ക്രിസ്ത്യാനിറ്റിക്ക് മാറണമെന്നല്ലേ പറഞ്ഞേ? ശരിക്കുള്ള കാര്യത്തിൽ അധിഷ്ഠിതമായി നിൽക്കുക. അതിൽ മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ ഇവിടെ വരണല്ലേ. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് യഹൂദിയെ വെറുക്കണവർ, പാതിരി വേഷത്തിൻ്റെ ആവശ്യമില്ല, നിന്ന് വെറുതേക്ക് ചേർത്ത് വിലയില്ലാണ്ട് ചെയ്തെന്ന് പറയുമ്പോൾ വിലയില്ലാണ്ടാക്കി ക്രിസ്ത്യാനിറ്റിയുടെ വിപരീതം ചെയ്യണ പാതിരികൾ, അച്ചുകൾ, കുച്ചുകൾ, ഇങ്ങനെയുള്ളവർ എന്തൊക്കെയോ വൃത്തികെട്ട അർത്ഥമില്ലാത്ത വീട്ടിലത്തെ നാവിന്ന് വിട്ടിട്ട് സ്വയം CJ റോയ് പോലെ അരുന്നൂട്ടി വാങ്ങണവർ, പണ്ടേ തൊട്ട് ഡ്രഗ് അടിച്ച സ്ഥലത്ത് നിന്നിട്ട് ഡ്രഗ് അടിച്ച് വീർത്ത് പന്തലിച്ച് 200 കിലോ ആയിട്ട് ലാസ്റ്റിൽ എല്ലാം കൂടി ആത്മഹത്യ ചെയ്തിട്ട് ജയിക്കാൻ വകയിലവർക്ക്. എന്നിട്ട് ശരിക്കുള്ളത് കേൾക്കുമ്പോൾ അവർക്ക് പിഡിത്തത്തിൽ സ്വയം പിഴവ് സംഭവിച്ചെന്നൊരു തോന്നൽ. ശരിക്കുള്ളത് കേൾക്കുമ്പോൾ തെറ്റിൽ ഉരുണ്ട് കളിക്കുകയാണ്. അവർക്ക് ഒരു ഉള്ളിൽ ഫീലിംഗ് മാറാൻ തയ്യാറാകുന്നിട്ടും സ്വന്തം തന്തയും തള്ളയും ചെറുപ്പത്തിലെ കൂതി വീർപ്പിച്ച് തലയിലേക്ക് കുത്തി കയറ്റി വെച്ചേക്കണം എല്ലാ പിഡിത്തവും മനസ്സിൽ വെച്ച് ഡ്രഗ് അടിച്ച് നടക്കാൻ. എന്നിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് ഇല്ലാണ്ടാവുമ്പോൾ വിചാരിക്കും ഞാൻ കാരണമാണ്. നിങ്ങളെ തെറ്റിന് കാരണം ശരിക്കുള്ളത് പറഞ്ഞിട്ടുണ്ട്, അതിന് വിപരീതം ചെയ്യുക. റോമൻ കാത്തലിക്, ഹിന്ദു, മുസ്ലിമൊക്കെ തെറ്റല്ല ചെയ്യണേ. ശരിക്കുള്ളത് പറഞ്ഞാൽ അതിന് വിപരീതം ചെയ്യേണ്ട കാര്യം എന്താണ്? അതാണ് കാറൽ മാക്സ് ചെയ്തത്. കാറൽ മാക്സ് യഹൂദികൾക്കെതിരെ പറഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലർ വിചാരിച്ചു, ബോബി മാർലി ചെഗുവേര എന്ന് വിചാരിച്ച ഡ്രഗ് അടിച്ച് നടന്നു കഴിഞ്ഞിട്ട് പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പാവങ്ങളും പണക്കാർ തമ്മിലുള്ള ഒരു വ്യക്തിച്ചലിനും ഒരു ബോർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്ന പാവങ്ങൾ തമ്മിൽ അടികൂടുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ബോബ് മാർലി, കാറൽ മാക്സ്, ശരിക്കുള്ള കേൾക്കുമ്പോൾ ഒരു തണ്ണാണ്. കാറൽ മാക്സ്, ബോബ് മാർലി, അഡോൾഫ് ഹിറ്റ്ലർ, ഈ യഹൂദിയരാണ് ശരിക്കുള്ള ഇസഹാക്കിന് പകരം യേശുവിനെ സാക്രിഫൈസ് ചെയ്യിപ്പിച്ചത്. അത് അങ്ങനെ തന്നെ ചെയ്യണം. എബ്രഹാമിന് ഇസഹാക്കിനെ കൊല്ലാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്ന അപ്പോഴത്തേക്കും പറഞ്ഞേ നീ ഇത് ശരിക്കുള്ളൊരു നല്ലൊരു പ്രത്യേക തരം തിരിച്ചു പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക. ഒരു പ്രത്യേക രീതിയിൽ കുറച്ച് വർഷങ്ങളിനുള്ളിൽ വരും. 3000 BC കിടക്കുമ്പോൾ അതിനുള്ള 2000 BCയുടെ മുമ്പ് 0th സെഞ്ചുറി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇതുണ്ടായി. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കണ കാര്യം അവർക്ക് അറിയില്ല. ഹിന്ദുസിനും മുസ്ലിംസും റോമൻ കാത്തലിക്സ് ഏഷ്യയുടെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയില്ല. സ്ട്രെങ്ത്തിലുള്ള കാര്യം അറിയില്ല. അപ്പോൾ യഹൂദിയർ ശരിയാണ്. യഹൂദിയല്ലാണ്ട് വേറെ വല്ല ജപ്പാനീസുകാർ വരുമോ സാക്രിഫൈസ് ചെയ്യാൻ? എന്നിട്ട് കുറേ ചൈനീസുകാരും ഇങ്ങനെ കാറൽ മാക്സും കുറേ യഹൂദിയർ തന്നെ യഹൂദിയർക്കെതിരായിട്ട്, അഡോൾഫ് ഹിറ്റ്ലർ യഹൂദിയർക്കെതിരായിട്ട്, ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട്, ജീവനുള്ള ദൈവത്തിനെതിരായിട്ട് സംസാരിച്ച് നിരീശ്വരവാദം കൊണ്ട് നടന്നിട്ട് ഡ്രഗ് അടിച്ച് നടന്നിട്ട് അത് ശരിയാന്ന് പറയണവർ. എന്നിട്ട് ഈ മണ്ടത്തരം കാണിച്ചിട്ട് ലാസ്റ്റിൽ എല്ലാം കൂടി ഇല്ലാണ്ടായ കാര്യം ഉണ്ടാ.
ശരിക്കുള്ളതിനെ വിപരീതം ചെയ്യും. സ്വന്തം തന്തയും തള്ളയും ചത്തിട്ട് വരെ ചിലവർക്ക് കൊടവയറന്മാർക്ക് മനസ്സിലായിട്ടില്ലേ ഓ ഓ ഓ ഓ എന്ന് പറഞ്ഞ് സംസാരിക്കണം. അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണ്. അപ്പോൾ ശരിക്കുള്ളത് പറയുമ്പോൾ മനസ്സിലാക്കാം. ഇവിടെ ആരും പറയിപ്പിക്കുന്നതിനോട് ഞാൻ ഡ്രഗ് അടിച്ചിട്ട് സർക്കാൻ പോയിട്ടില്ല. ബോധത്തോടെ സംസാരിക്കാൻ മനസ്സിലാവുക. ബോധത്തോടെയുള്ള സാക്രിഫൈസിനാണ് മേന്മയുള്ളത്, മേന്മ പേപ്പനല്ല. മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് ഒരു ശരി കേൾക്കുമ്പോൾ ദണ്ണം വരേണ്ട കാര്യമില്ല, അത് മനസ്സിലാക്കി മാറാൻ പഠിക്കുക. നിങ്ങൾ വീണ്ടും ഡ്രഗ് അടിച്ച പോലീസുകാരും ഡ്രഗ് അടിച്ച ഡോക്ടേഴ്സും ഡ്രഗ് അടിച്ച വക്കീൽമാരും ഡ്രഗ് അടിച്ച് നടക്കുന്ന പേഷ്യൻസും എല്ലാം കൂടെ അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് എന്താ കാര്യം? ആത്മഹത്യക്ക് പ്രേരിപ്പിക്കണം. അവർ ചൂറ്റി പോണ കേസുകൾ, CJ റോയ്, ഗ്ലീഷോ, ഇതിനൊക്കെ ഈ അരുന്നൂട്ടി വാങ്ങിപ്പിക്കണ പോലെ വീണ്ടും നിങ്ങളെ തന്നെ അരുന്നൂട്ടി വാങ്ങിപ്പിക്കണ പോലെ തന്നെയാണ്. എളിപേരാക്കി നിങ്ങൾ ബാക്കിയുള്ള ഈ വിഡ്ഢികളാണ്. അവർക്ക് ശരിക്കുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. അതല്ല ചെയ്യണേ. അവരെ എളിപേരാക്കിയിട്ട് നിങ്ങളും എളിപേരാവാണ് സ്വയം. പ്രത്യേകിച്ച് ജോലി ഭാരം ജയിച്ചിട്ട് ചെയ്യണതല്ല, അവർ സമ്പാദിക്കുന്നതല്ല. ഫ്രോഡ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് അനധികൃതമായി കാശ് മേടിച്ചിട്ട് ഫ്രോഡ് ജോലി ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഈ യുദ്ധം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഓടിപ്പോണ്ട അവസ്ഥ ഈ ഫ്രോഡ് ജോലി ചെയ്യണവർക്ക്, ഫ്രോഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചവർക്ക് പേരാണ്. പ്രത്യേകിച്ച് റോമൻ കാത്തലിക്കായ CJ റോയ് റോസം പോലെ ഹിന്ദു, മുസ്ലിം. ഹിന്ദുസ് പലരും മുസ്ലിംസ് ആവണവരുണ്ട്, മുസ്ലിംസ് ഹിന്ദുസ് ആവണവരുണ്ട്. ക്രിസ്ത്യാനികൾ ആരെങ്കിലും മുസ്ലിം ആവുമോ? അവർക്ക് മുസ്ലിംസ് ആരെങ്കിലും അത് മനസ്സിലാക്കണപ്പോൾ മുസ്ലിംസ് കുറേ ഹിന്ദുസ് ആവണവർ. മാമുക്കോ അശൂർഖാൻ റിലീജിയനെ മുതൽക്കൂട്ട് കയറ്റിച്ചിട്ടാണ് ഉപയോഗിക്കണം. റിലീജിയന് മുതൽക്കൂട്ട് കയറ്റിച്ചിട്ട് എന്ത് കാര്യം? പാഴായി നിലത്ത് വീണ് തെറ്റിൽ ഉരുണ്ട് കളിക്കാൻ. എടാ, നിങ്ങളെ തെറ്റിനെയാണ് പിന്തുടരുന്നത്, വിപരീതത്തെ. ശരിക്കുള്ള ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അത് റിലീജിയനല്ല, അത് ഗോത്രമാണ്. ഒരു ഉന്നത തലത്തിലേക്ക് ചിന്തിക്കുന്ന രീതിയാണ്. അത് മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക് ഇവിടെ വരണല്ലേ. മുസ്ലിംസ് ആരെയും ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമോ? അവർ റോമൻ കാത്തലിക് ആവണവരാണ് മുസ്ലിംസ്. റോമൻ കാത്തലിക്കിൽ കുറേ മൊത്തം തെറ്റാണ്. എന്നിട്ട് മുസ്ലിംസ് അതിലായാൽ ക്രിസ്ത്യാനിറ്റി ആവോ? കുറേ പേരുണ്ട് അങ്ങനെ. എന്നിട്ട് മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും തമ്മിൽ വിഡ്ഢികളെ പോലെ ഓരോന്നും ഇങ്ങനെ മുരളി ഇല്ലാണ്ടാവണ കേസുകളാണ്, ചൂറ്റി പോണ കേസുകൾ. പ്രത്യേകിച്ച് CJ റോയ്, ഗ്ലീഷോ പോലെ പലതും, ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു, പലതും നടക്കുന്നുണ്ട് ഇവിടെ. എന്നിട്ട് അതൊന്നും അറിയാണ്ട് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കാണിച്ചിട്ട് നിങ്ങളെ എനിക്ക് അറിയില്ല എന്ന് പറയേണ്ടി വരുള്ളൂ. നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്ന് പറയുമെങ്കിൽ ഉള്ള കാര്യം ഏതെങ്കിലും സമയത്ത് സാധാരണ രീതി സംസാരിക്കാൻ അറിയാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഇല്ല, ഞാൻ ഇന്നലെ ഇവിടെ വന്നുള്ളത് പറഞ്ഞാൽ വാ നമുക്ക് പോവാമെന്നാണ് പറയുമെങ്കിൽ, നിങ്ങൾക്ക് പേര് വിളിച്ച് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളെയും എനിക്കറിയില്ല. ഇരുണ്ട് മുഖങ്ങളെയും കൊടവയർമാരെയും എനിക്ക് അറിയില്ല. പെണ്ണുങ്ങളുടെ പിന്നാലെ വാലാട്ട് പട്ടികളെ പോലെ വന്നാലേ കാര്യമുള്ളൂ. ഡ്രഗ് അടിച്ചു കുറിച്ച് നടക്കണവർ വല്ല ഹീച്ചടകളാ, പെണ്ണന്മാരാ, ഊമന്മാരാ, മന്ദന്മാരാ, ഹിന്ദുസ് നിർജ്ജീവമായതാ തല കയറ്റി വെച്ച് നടക്കുന്നവർ പറയോ? ഓരോ കാര്യം വിവരമുള്ള കാര്യങ്ങൾ പറയാൻ പഠിക്കുക. ഇപ്പം ഹെവൻലി മഞ്ഞാന്ന് തോന്നുന്നുണ്ട്, മൃദുവായത് എന്താ പറയുന്നത്, ധവളമേറിയത് പപ്പും കോലും എക്സ്ട്രാ മുടിയിലൂടെ വളരുന്നുണ്ടെന്ന് തോന്നുന്നു. ചൊറിച്ചിലൊന്നുമില്ലേ. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ജയിക്കാൻ പഠിച്ചവൻ്റെ അർത്ഥം എന്താ? അപ്പം ഞാൻ കുറച്ചൊരു മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞിട്ടുള്ളൂ, മുമ്പത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ കൂടെ ചേർക്കും. എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നാത്തതുകൊണ്ട് ഞാൻ പറയണമെന്നുള്ളൂ. ജയിക്കാൻ പഠിച്ചവൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ജയിക്കാൻ പഠിക്കാന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ 10 പാക്കറ്റ് ഗുഡ്ക അകത്താക്കിയിട്ട് നിങ്ങൾക്ക് ആൾക്കാരെ കണ്ട് തിരിച്ചറിയണല്ലേ, തോൽക്കാനായിട്ട് ജനിച്ചിക്കണ പോലെ നിങ്ങൾ പെരുമാറണത്. നിർജ്ജീവമായത് നശ്വരമായത് ആരാധിക്കുക, വിപരീതം ചെയ്യുക. പെണ്ണുങ്ങളെ വരെ ശിഖണ്ഡികളെ വരെ റോമൻ കാത്തലിക്സ് വിപരീതം ചെയ്തിട്ട് അബോർഷന് പിൽസ് കഴിച്ച് നടക്കണവരുണ്ട്. അവരിത് പറയില്ലേ. മുസ്ലിംസ് ഇത് പറയില്ല. മുസ്ലിംസിന് എന്തൊരു കുന്ത അറിയാം ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച്? ക്രിസ്ത്യാനിറ്റിനെ കുറിച്ചുള്ള നാനിയുടെ പോലെ അങ്ങനെ വിടർന്ന മുഖം വ്യത്യാസമുണ്ട്. മുസ്ലിംസിന് എന്തൊരു കുന്ത അറിയാം ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച്? താൽമൂഡ്, തനാക്ക്, തോറ എന്ന് പറയുന്നത് ഖുറാനല്ല. ഡ്രഗ് അടിച്ച് കുടിച്ചിരിക്കണ പോലെ എഴുതിയത് പോലെയല്ല ബൈബിൾ എന്ന് പറയുന്നത്. അതൊരു ആഗോളവൽക്കരണമാണ്, ആഗോള ചേഞ്ച്, യൂണിവേഴ്സൽ ചേഞ്ച്. അതിന് റിലീജിയനാക്കി ഒതുക്കണ കാര്യമില്ല. അതൊരു ഉന്നത തലത്തിൽ ഉപരിതലത്തിലേക്ക് ഇപ്പം പറഞ്ഞില്ലേ, ബ്രോഡൻ യുവർ ഹൊറിസോൺസ് എന്ന് പറഞ്ഞ പോലെ ഒരു സമയം വരുമ്പോൾ തികവ് ഏറുമ്പോൾ ആ സമയത്ത് പറഞ്ഞു തുടങ്ങുക, ആ സമയത്ത് പറയുക, മനസ്സിലാക്കുക, ആ സമയത്ത് ചെയ്യുക, ബോധത്തോടെ സാക്രിഫൈസ് ചെയ്യുക. അതപ്പോൾ ഇതിപ്പോൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ എന്താ പറയാനെ, ഗുഡ്ക കഴിച്ച് നടക്കുന്നതല്ല. ഞാൻ 10 പാക്കറ്റ് ഗുഡ്ക കഴിച്ചിട്ട് അടുത്ത 1 വയസ്സിലേക്ക് കടന്നേനെ, ജനിച്ച ഉടനെ. അല്ല, അങ്ങനെയല്ല. ഞാൻ പ്രത്യേകിച്ച് മുസ്ലിംസ് പോലെയല്ല. അവർക്ക് എന്താ അറിയാം, കുടിച്ച് റകടിച്ചിരുന്ന് അരുന്ന് കൂട്ടി വാങ്ങലിലും കുടിച്ച് അങ്ങനെയൊക്കെ ചെയ്തിരിക്കാൻ മാത്രമേ അറിയുള്ളൂ. തോൽക്കാനായിട്ട് ജനിച്ചവർ.
അങ്ങനെയല്ല. ജയിക്കാൻ വേണ്ടി ജനിക്കുക എന്ന് പറയുന്നത് ഒരു അന്നേ തൊട്ടുള്ളത് അധിഷ്ഠിതമായി നിൽക്കുക. മെറ്റീരിയലിസ്റ്റിക് ചെയ്യല്ല. എനിക്ക് മെറ്റീരിയലിസ്റ്റിക് ഫിയർ ഇല്ല. കുറേ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത് ആരെയും ജയിക്കുമോ? കുറേ വൃത്തികെട്ട കാശ് നേടി, കാശെല്ലാം പാഴായി, ആത്മഹത്യ ചെയ്തു, സീജറോയുടെ പോലെയായി. നിങ്ങൾ ശരിക്കും അവർ ജയിച്ചതാണ്? അല്ല. ആത്മഹത്യ ഒരിക്കലും ജയിക്കലല്ല. പിന്നെ എന്തിനാ ജയമാക്കി അതിനെ തെറ്റിദ്ധരിക്കപ്പെടണം? പിടിച്ചു നിൽക്കണതിൻ്റെ തെറ്റിദ്ധാരണ, ആൾക്കാർക്ക് ഇതില്ലാത്തതിൻ്റെ തെറ്റിദ്ധാരണ, ആൾക്കാർ ഇതുള്ളതിൻ്റെ തെറ്റിദ്ധാരണ, ആൾക്കാർ ഇതില്ലാത്തത്. സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക, മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, എന്നിട്ട് കറുത്ത ഇരുണ്ട് മോന്തയും വെച്ചിട്ട് ഇതെൻ്റെ ചെറുപ്പത്തിൽ മുഖത്തിൻ്റെ അത് തന്നെയാണ്. അതിനനുസരിച്ച് തികവേറി പറയുന്നതാണ്, ബോധത്തോടെ പറയുന്നതാണ്. അല്ലെങ്കിൽ വരന്തരപ്പള്ളിയമ്മായില്ലേ കുരുട്ട് മോന്തയുള്ളത്, ഉയരം കുറഞ്ഞത്, അതുവരെ ഓരോ വിഡിത്തം പറയും. അതും കേട്ട് നിങ്ങൾ വിഡ്ഢികളാവരുത്. റോമൻ കാത്തലിക്ക് വിപരീതം ചെയ്തിട്ട് വലിയ ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ ഫുള്ളും വിവരക്കേടാണെങ്കിൽ ഒരു കാര്യമില്ല പറഞ്ഞതിന്. ഇത് പറയിപ്പിക്കാണ്ട് പറയുന്നതാണ്. അതുപോലെ അപ്പോൾ ഓരോ ശബ്ദം പറയണതും അപ്പോൾ ഓരോ നിലനിൽക്കുന്നതും അതൊക്കെ വ്യത്യാസമുണ്ട്. ഒരു പണ്ട് തൊട്ടുള്ള അധിഷ്ഠിതമായി നിലനിൽക്കുക. എന്താ തികവേറിയത് വരുന്നത് അതിനെയാണ്. മെറ്റീരിയലിസ്റ്റിക് ചെയ്യാനല്ല. എന്ത് തോൽവി എന്തെങ്കിലും എൻ്റെ ഇടയിൽ ചെറിയ ഇതൊക്കെ ഉണ്ടാവും, തോൽവിയൊക്കെ ഉണ്ടാവും. പക്ഷെ അന്നേ തൊട്ട് നമ്മൾ ജീവിച്ചു വന്നത് അതിൽ നിലനിൽക്കുക, അതിൽ അധിഷ്ഠിതമായി നിൽക്കുക. അതിനെയാണ് ഏത് രീതിയിൽ പറയണോ, ഏത് രീതിയിൽ മനസ്സിലാക്കണോ, എങ്ങനെയാണ് പറയണത്. അതുകൊണ്ട് ആര് പഠിപ്പിച്ച് ഏതോ ബൈഹാർട്ട് ആരും എഴുതിപ്പിച്ച് തന്നു, ഡ്രഗ് അടിച്ചു കൊടുത്താൽ അവർ അത് ബൈഹാർട്ടാക്കി ഒരാഴ്ച പഠിച്ച് മൈക്കിൻ്റെ മുന്നേ പറഞ്ഞു. മെറ്റീരിയലിസ്റ്റിക് കുറേ മന്ത്രിമാരുണ്ട്. അതല്ല, അവർ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്, വിപരീതം ചെയ്യണവരാണ്. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം പോകല്ലേ. ഹിന്ദിക്കാരോട്, ഹിന്ദി കുട്ടികളോട് മലയാളം പറയില്ല ഞങ്ങൾ, ഹിന്ദിയല്ല പറയാം. ഇവിടെ എന്നോട് ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, എന്താ ഞങ്ങൾ ഹിന്ദിയിൽ പറയണം, എന്താ അങ്ങനെയാക്കിയത്, ഞങ്ങൾ മലയാളത്തിലല്ലേ സംസാരിച്ചതെന്ന് അത് പറയാം, അങ്ങനെ പറയാം. വല്ല ഹിന്ദി കുട്ടികൾ ആരെങ്കിലും ഇത് പറയുമോ? അവർക്ക് മലയാളി പാരൻസ് ഉണ്ടായത്, മലയാളം ടച്ച് ഇല്ലാത്തവർ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മലയാളി പാരൻസ് ഉണ്ടായതല്ല. മലയാളി പാരൻസ് ഉണ്ടായ ഹിന്ദിയിൽ നിന്നൊന്നും ഉണ്ടായതല്ലല്ലോ. മുഖത്ത് നോക്കി സാധാ രീതിയിൽ സംസാരിക്കണം. പേര് വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ച് എന്താ സുഖമാണെന്ന് ചോദിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ കുടവയറും മറ്റേതാണെന്ന് അറിയില്ല, വല്ല അങ്ങനെ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇൻവിറ്റേഷൻ ചെയ്തു, എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ വല്ല കേക്ക് കഴിച്ചു, ഇൻവിറ്റേഷൻ ചെയ്തത് മതി, വരണമെന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കി അത് കഴിച്ച് പോയി. അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യത്യാസമുണ്ട്. ആ ഒരു കാര്യം പറയട്ടെ, സെക്ഷൽ നീഡല്ല വരുന്നത്, സെക്ഷൽ ലിബിഡോ വരണം. ഞാൻ പറഞ്ഞില്ലേ, സെക്ഷൽ നീഡ് എന്ന് പറഞ്ഞാൽ എന്തും വൃത്തികേട് ചെയ്യും, എന്തും ചിലപ്പോൾ രോഗം കിട്ടും ചെയ്യും. ഇത് സെക്ഷൽ ലിബിഡോ ആണുള്ളത്. സെക്ഷൽ ലിബിഡോക്ക് ഈ സെക്ഷൽ നീഡില്ല. അത് നമ്മൾ കണ്ട് സെക്ഷുവൽ അട്രാക്ഷൻ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഒരാളോട് പ്രത്യേകിച്ച് ഒരു പ്രത്യേക എൻവയോൺമെൻറ്റിൽ, ചിലപ്പോൾ നമ്മൾ ബിസി ആയിട്ട് ജോലി ചെയ്യുന്ന സമയവും പ്രത്യേക എൻവയോൺമെൻറ്റിൽ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാവുന്ന രീതിയാണ്. അതിലാണ് ഓരോന്നും ഉടലെടുത്ത് ചേഞ്ച് വരുന്നത്. അതിന് സെക്ഷൽ നീഡ് എന്ന് പറയാൻ പറ്റില്ല. പെണ്ണുങ്ങളല്ലത്. പെണ്ണുങ്ങളുടെ കൊണ്ടുവന്നിട്ട് പെണ്ണുങ്ങളുടെ പിന്നാലെ വന്നിട്ട് നിങ്ങൾ വാലാട്ടി പട്ടികളെ പോലെ വരണ പോലെ അല്ലത്. സാധാ രീതിയിൽ സംസാരിക്കുക, പേര് വിളിച്ച് സംസാരിക്കുക, അറിയണ്ടെങ്കിൽ അറിയണ പോലെ സംസാരിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയണില്ലെങ്കിൽ എനിക്ക് നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ മതിയില്ലേ. ഇപ്പോൾ അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പണ്ടത്തെ തോമസിൻ്റെ കാര്യം പറയാം. പ്ലെയിനിലൊക്കെ ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും തോന്നുന്ന കാര്യം എയിൽ പറഞ്ഞു. പ്ലെയിനിൽ നമ്മൾ 2 ആഴ്ച മുമ്പ് പ്ലെയിൻ കയറണം മുമ്പ് നമുക്ക് തോന്നും ഫേക്ക് അല്ലെങ്കിൽ നമുക്ക് തോന്നും ഞാൻ അവിടുത്തെ കോൾഡ് എൻവയോൺമെൻറ്റിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളത് വെറുതെ ഉള്ളിലും നല്ല ഉറക്കമൊക്കെ കിട്ടും, നല്ലോണം ഉറങ്ങി പോകും, എല്ലാം ചെയ്യും. പക്ഷേ ഇനി പ്ലെയിൻ എന്ന് പറയുമ്പോൾ മുകളിൽ കൂടെ പറക്കുന്നത്, പെട്ടെന്ന് ആക്സിഡൻറ്റ് ന്യൂസൊക്കെ കേട്ടിട്ടുണ്ട്. പെട്ടെന്നെല്ലാം ഇല്ലാണ്ട് എല്ലാം സേഫായിട്ട് പറക്കും. അന്നത്തോടെ നമ്മൾ ജീവിതം ഇല്ലാണ്ടാവണ പോലെയാണ് നമ്മൾ പ്ലെയിൻ കയറി പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് കോൾഡ് എൻവയോൺമെൻറ്റിൽ അവിടെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അത് എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണ ഒരു ഭക്ഷണം ഉണ്ടാക്കി സ്വന്തം കാര്യങ്ങൾ ചിരിച്ച് കാണിച്ച് നമ്മൾ സാധാരണ രീതിയിൽ സംസാരിച്ച് പോകും. നിങ്ങൾ വേറെ ഏത് വീട്ടിലും സ്വപ്നമാണ് എനിക്കറിയില്ല. അതിന് സാധാ രീതിയിലുള്ള അഡാപ്റ്റേഷനാണ് പറയുന്നത്. സാധാ രീതിയിലുള്ള അഡാപ്റ്റേഷൻ. ഇപ്പോൾ 1.25 വർഷം നിൽക്കുകയാണെങ്കിലും, എവിടെയെങ്കിലും 9 മാസം നിൽക്കുകയാണെങ്കിലും, 6 മാസം നിൽക്കുകയാണെങ്കിലും, 1.25 വർഷം നിൽക്കുകയാണെങ്കിലും, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തോമസിൻ്റെ കാര്യം പറയാം, അത് പിന്നെ പറയാം. ഇപ്പം നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ വെടിത്തരങ്ങൾ ആരാ പറയണം അതനുസരിച്ച് നമ്മളുടെ നിലപാട് മാറ്റാൻ പാടില്ലേ, അല്ലേ? മുസ്ലിംസ് പലതും പറയും. മുസ്ലിംസ് എന്താ ചെയ്യുക? ഞാൻ സർക്കംസിഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദുസിൻ്റെ പോലെ അല്ല, തൊലി താഴേക്ക് ഇറങ്ങില്ല. അതുകൊണ്ട് പല ചെറുതായിട്ട് ഇരിക്കുക. അതുകൊണ്ട് ഡാഡി ഇങ്ങനെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, ഭക്ഷണം ഉണ്ടാക്കി, വേറെ കൂട്ടുകാർ വിളിച്ച് അങ്ങനെ ഡാഡിയുടെ അഭാവത്തിൽ
എന്നെ എന്തെങ്കിലും ചെയ്തു ഞാനും അങ്ങോട്ട് ചെയ്തു ഗുഡ്ക കഴിച്ച് നടന്നു. അപ്പോഴല്ലേ ഗുഡ്ക കഴിക്കാൻ തോന്നുന്നത്. ഗുഡ്ക കഴിച്ച് എന്തെങ്കിലും ആ പെണ്ണായില്ല, അങ്ങനെ ഒരു വൃത്തികെട്ട സംസാരം സ്പഷ്ടമായിട്ട് കേൾക്കില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ലേ. അതുപോലെ ബാങ്കിങ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു എന്തെങ്കിലും ചെയ്യാനും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാത്തത്. ഇപ്പോൾ കൂട്ടുകാർ പറയും സർക്കംസിഷൻ ചെയ്തിട്ടില്ല സുന്നത്ത് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് എൻ്റെ അങ്ങനെ വിടരില്ല. അപ്പോൾ അപ്പോൾ വിടരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ വിടർച്ചയാണ് വേണ്ടത്. ആത്മാവ് ബ്ലൂം ചെയ്യണം. ബ്ലൂമിങ് ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സ്പിരിറ്റാണ് പുറമെ കാണിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലത്തെ ഇതുണ്ടല്ലോ, ബോഡി ലാംഗ്വേജ്, സ്പിരിച്വൽ ഇതുണ്ടോ, അതാണ് പുറത്തേക്ക് വരുന്നത്, അതാണ് പുറത്തേക്ക് കാണിക്കേണ്ടത് അല്ലേ. അത് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു. നിങ്ങൾ ഏത് വെഡിൻ്റെ സ്വപ്നമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അല്ലാണ്ട് കുറേ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും പണ്ട് ഗുഡ്ക കഴിച്ച് നടന്നു. അവരുടെ സംസാര രീതി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴകിയതെന്ന് പറയണത്. പഴകിയതെന്ന് പറഞ്ഞാൽ എന്താണ്? വരന്തരപ്പള്ളി അമ്മായിനെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഉയരം ഒരു 4 അടി 2 ഇഞ്ച് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് റോമൻ കാത്തലിക്ക് വിവരമില്ലാത്തത് വിപരീതം ചെയ്തിട്ട് പാതിരികളുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്ന് വെറുതേക്ക് ചേരുതെന്ന് വിലയില്ലാണ്ട്. അപ്പോൾ അത് കൈമുത്തി ഒരു ഈശല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മളെന്തൊക്കെയോ ശരി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. പക്ഷേ അവർ വിവരമില്ലാണ്ടാണ് സംസാരിക്കുമെങ്കിൽ നമുക്കൊരു തട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യലല്ല അത്. നമ്മളൊരു നിലനിന്ന് അധിഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്യണതിലാണ് അർത്ഥം. അവിടെ പെണ്ണുങ്ങളും ഡ്രഗ് അടിച്ച് നടക്കണവരും പറയിപ്പിച്ച് പറയണവരും ഇത് പറയില്ല. ഗാഡ് എന്ന് പറയുന്നത് ഗോഡ് ഞാൻ GOD എന്നാണ് ഡാഡി പറയാറുള്ളൂ. അപ്പോൾ ഗോഡ് എന്ന് പറയാൻ ഗോഡ് എന്നാണ് പറയണത്. ഈ ഗാഡ് എന്ന് പറഞ്ഞാൽ ശീലിച്ചിട്ടില്ല. ഗാഡ്, ഓ മൈ ഗാഡ്, അത് നിങ്ങളാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയണില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമുണ്ട്. നിങ്ങൾ മലയാളികൾക്കല്ല നാണക്കേട്. ഒരു കാര്യം ഹിന്ദിയൊന്നുമല്ല, മലയാളി പാരൻസ് ഉണ്ടായതാണെങ്കിൽ സാധാ രീതിയിൽ നമുക്ക് സംസാരിക്കാമല്ലോ, മുഖത്തേക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല നിങ്ങൾ ആരെക്കുറിച്ച് പറയണമെന്ന്. നിങ്ങൾക്ക് എന്നെ അറിയണില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ല എന്നുള്ള രീതിയാണ് എനിക്ക് വരേണ്ടത്. അതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണല്ലേ. ഒരു ഉന്നത തലത്തിലേക്ക് ചിന്തിച്ചിട്ടാണ് പറയണേ. ഞാൻ അതിനിടയിൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന ഞാനും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാം, ഞാൻ പറയാൻ പോയി വീട്ടുകാരെ കുറിച്ചും മുതിർന്നവരെ കുറിച്ചും അനിയന്മാരും അനിയത്തിമാരെ കുറിച്ചും വീട്ടുകാർ സ്കൂളുകളിലുള്ളവരെ കുറിച്ചും ബാക്കിയുള്ളവരെ പറയാൻ പോയേ ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയണില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറയുന്നത് അത് ഉന്നത തലത്തിൽ മനസ്സിലാക്കിയിട്ട് തന്നെ പറയണേ. എനിക്ക് അപ്പം വരും, അധികം ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. അപ്പം അങ്ങനെയാണ് വരണത്. അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെറിയ പേരുള്ളവർ കുറേ കുടിച്ച് ഡ്രഗ് നടന്ന തന്തയ്ക്കുള്ള ഉണ്ടായത് അവരും അതുപോലെ ആക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പെണ്ണുങ്ങൾ വരെ ഇത് പറയില്ല. അവർക്ക് ആരെയും പറയിപ്പിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. സെക്ഷൽ നീഡുള്ളവരെ സെക്ഷൽ ലിബിഡോ അല്ല അത്, സെക്ഷൽ നീഡുള്ളവരെ ഒരു സ്ഥലത്ത് മണ്ടത്തരം കാണിക്കാനായിട്ട് ഓരോ പൊക്കത്തിൽ കൊണ്ടുവച്ചിട്ട് എല്ലാം കൂടി ഇല്ലാണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ അത് ശരി. പിന്നെ അത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയണത് ഒന്ന് മനസ്സിലാക്കുക എന്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുഡ് കഴിച്ച് നടക്കണ പോലെ പലരും നടക്കണ്ടാവും. അവരുടെ ശൈലിയല്ല എനിക്ക്. അതുപോലെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവരുണ്ടോ. ഒരു കാര്യം രീതിക്ക് ചെയ്യുമ്പോൾ ആ രീതിയിൽ വരണ ഒരു സമയത്ത് അതുകൊണ്ട് ആരെയും പെട്ടെന്ന് എവിടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആരും ഒന്നും ചെയ്യില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കും. ഇപ്പോൾ നമ്മൾ ഞാൻ പറയാൻ ആരോടത്ത് പോയിട്ടില്ലേ, ഇവിടെ ഹിന്ദി പറയണല്ലോ, ഒന്നും പറയണല്ലേ. നിങ്ങൾ അവിടെ ഇവിടെയും പറഞ്ഞിട്ട് എൻ്റെ മുഖത്ത് സാധാരണ സംസാരിക്കാണ്ട് വല്ല കാര്യമുണ്ട്. ഇവിടെ ഹിന്ദി ആയിട്ടൊരു ബന്ധമില്ല. കാട് എന്ന് പറയുമ്പോൾ അവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയുണ്ടാവും നിങ്ങളെന്താ പറയണതെന്ന്. പക്ഷെ എനിക്ക് തിരിയണല്ലേ. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ് ഞാൻ നടന്നിട്ടില്ലേ. അതുകൊണ്ട് ഞാനൊരു ഉന്നത തലത്തിൽ മനസ്സിലാക്കിയിട്ടാണ് പോണത്. അപ്പം ഞാൻ പറഞ്ഞു വരും നിങ്ങൾക്ക് ആരെ കുറിച്ചാണ് പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞു വരും. ഞാൻ ഫുൾ ബോധത്തോടെ പറയണേ. അതുകൊണ്ട് എനിക്ക് തെറ്റ് പറ്റില്ല. നിങ്ങൾ ആരെക്കുറിച്ച് നിങ്ങൾക്ക് പറയണേ അറിയില്ലെങ്കിൽ മലയാളി പാരൻസ് ഉണ്ടായതല്ല, ഹിന്ദിയൊന്നും അല്ലല്ലോ. മലയാളി ഇതായി പറയണത്. ഹിന്ദിയിൽ നിങ്ങൾ സംസാരിച്ചാൽ മലയാളത്തിൽ പറയുന്നത് നിങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കണം ചോദിക്കുക. ഹിന്ദി കുട്ടികളത് ചോദിക്കുമോ? ഇല്ല. അപ്പോൾ അതെന്ത് പറയണേ? നിങ്ങളെന്തിനാ നിങ്ങൾക്ക് മുഖത്ത് നോക്കി സാധാരണ രീതി സംസാരിച്ചോണ്ട് അവരോട്. അപ്പോൾ നിങ്ങൾക്ക് മലയാളിയായിട്ട് അങ്ങനെ മലയാളി പാരൻസ് ഉണ്ടായതല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കണമെങ്കിൽ എനിക്ക് തെറ്റ് പറ്റില്ല. ഞാൻ ഫുൾ ബോധത്തോടെ പറയണേ. ഞാൻ ആരെക്കുറിച്ച് നിങ്ങൾക്ക് പറയണമെന്ന് അറിഞ്ഞിട്ടും ആ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങൾ ഡ്രഗ് അടിച്ച് കൊടുത്ത് നടക്കണവർ നിങ്ങൾക്ക് തിരിയുണ്ടാവില്ല. അത് നിങ്ങൾക്ക് തോൽക്കാനായിട്ട് ജനിച്ചവർ. അപ്പോൾ ഞാൻ എന്താ പറയണേ, നിങ്ങൾക്ക് മലയാളികൾക്കല്ല നാണക്കേട് സ്വയം.
മലയാളിയായിട്ട് മലയാളി പാരൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ ആ രീതിയിൽ സംസാരിക്കണം, സാധാ രീതിയിൽ സംസാരിക്കണം, സാധാ രീതിയിൽ കറങ്ങാൻ പോകണം. സാധാ രീതിയിൽ എന്താ വെച്ചാൽ ഉണ്ടാവണമെന്ന് വെച്ചാൽ എവിടെയാണ് ജോലി പോയിട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് അവിടെ അവർ പോയി വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ചെയ്യാം. അല്ല എൻ്റെ ഇടയിൽ എന്തെങ്കിലും സംസാര രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച് നമുക്ക് അത് ഇഷ്ടം തിരിച്ച് പ്രതീക്ഷിക്കണം, സ്നേഹിക്കാൻ പങ്കുവയ്ക്കുന്നത് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാവുക വെച്ചാൽ ഭയങ്കര ഇഷ്ടം. നമുക്ക് 10 രൂപ ഇല്ലാണ്ട് ലിയോടെ കാപ്രയുടെ ഇത് കണ്ടില്ലേ, അങ്ങനെയൊക്കെ സംസാരിക്കാൻ കണ്ടില്ലേ ലിയോടെ കാപ്രയോ അങ്ങനെ തിരിച്ച് പ്രതീക്ഷിക്കണം, സ്നേഹിക്കുക. അല്ല വെൻ ഇറ്റ് ഹാപ്പൻസ് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടായി ആയില്ലെങ്കിൽ വേണ്ട. അത് കുറേ രീതിയിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പറയണേ ജോലി നിലനിൽപ്പും ചിലർക്ക് നമുക്കിപ്പോൾ വേറെ രീതിയിൽ ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ എടുക്കാൻ പറ്റാത്ത പൊക്കാൻ പറ്റാത്ത ഭാരിച്ച വല്ല സാധനങ്ങളാണെങ്കിൽ അതിട്ട് അങ്ങോട്ട് പോകണം, അതിട്ട് അവിടെ പോകേണ്ട രീതിയാണെങ്കിൽ കാര്യമില്ല. അതിൽ മെറ്റീരിയലിസ്റ്റിക് ഫിയർ എനിക്കില്ല എന്ന് പറയുന്നതുകൊണ്ട് ഡ്രഗ് അടിച്ച് കൊടുത്തതെന്ന് അതിൽ ഒരു കാര്യത്തിൽ അധിഷ്ഠിതമായി പണ്ട് തൊട്ടുള്ളതിന് അധിഷ്ഠിതമായി പോകേണ്ടത്. ഒരു നിലനിൽപ്പില്ലാത്തടത്ത്, മെറ്റീരിയലിസ്റ്റിക് നിലനിൽപ്പില്ലാത്തടത്ത് അധിഷ്ഠിതമായി നിൽക്കേണ്ട കാര്യമല്ല പറയണത്. ഒരു സ്ഥലത്ത് നിൽക്കണത് എങ്ങനെയാണ്, ഒരു കാര്യം സംസാരിച്ച എല്ലാ രീതിയിലും സംസാരിച്ചില്ല ആ സമയത്തിനനുസരിച്ച് വരുമ്പോൾ 6 മാസമാണോ ഞാൻ കണക്കൂട്ടിയേ പോണത്, 3 മാസമാണോ ഞാൻ 3 മാസം, 6 മാസം, 9 മാസം, 1.25 വർഷം, 1.25 വർഷം, അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ അവിടെ തുടരാമെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു വന്ന ഇന്ത്യയിലത്തെ കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കണം തോന്നുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ ഫാക്ടറിയിലും അവിടുത്തെ എൻവയോൺമെൻറ്റിലും 28,000 രൂപയാണെങ്കിലും നമുക്ക് ഫാക്ടറിയിൽ ഒരു 2 വർഷം ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെയും കുറേ ഹിന്ദിക്കാരായിരിക്കും മിക്കവാറും. അവരോട് സംസാരിച്ച് വരണ രീതിയാണ്. ഞാനൊരു എല്ലാം മിക്സപ്പായിട്ട് മനസ്സിലാക്കി കാണുന്നത് അല്ലേ, മിക്സപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ അതിലുള്ള അന്നേ തൊട്ടുള്ള നിലനിൽപ്പും അധിഷ്ഠമായി നിൽക്കണതിൽ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണതിൽ അർത്ഥം. ചിലപ്പോൾ എനിക്ക് അവിടെ 2 വർഷം ചെയ്തു, അല്ലെങ്കിൽ 1.25 വർഷം നിന്നു, 9 ദിവസം നിന്നു, എനിക്ക് ഇന്ത്യയിലത്തെ കൂടിയും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന്, ഫാക്ടറിയിലത്തെ കാര്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫേക്ക് അല്ലെങ്കിൽ ഇവിടെ കൂടി ജോലി ചെയ്യാൻ തോന്നുന്നു എനിക്ക്. 28,000 മാസം കിട്ടുകയാണെങ്കിലും സേവ് ചെയ്ത് വരണമെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി ഹയർ എന്ത് കിട്ടുമെങ്കിലും മിഥ്യായം പാലിച്ച് ജീവിക്കണതിലേക്ക് ഇഷ്ടം വരുന്നത്. ആവശ്യമില്ലാണ്ട് ചിലവ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമില്ല. ഫ്രുഗൽ ലിവിങ്, ആവശ്യമില്ലാണ്ട് ചിലവ് ചെയ്യുക പറഞ്ഞാൽ വെറും ഡ്രഗ് അടിച്ച് നടക്കേണ്ടത് ആവശ്യമില്ലാത്തത് മാത്രമല്ല, എല്ലാ രീതിയിലും മിഥ്യായം പാലിച്ച് ജീവിക്കുക. എല്ലാ രീതിയിലും എന്ന് പറഞ്ഞാൽ ഞാൻ പല രീതിയിലൂടെ കണക്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഡാഡിനോട് എന്ത് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വീട്ടുകാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ തോന്നുള്ളൂ. അങ്ങനെ അവർക്ക് തോന്നണില്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു മോനോട് അങ്ങനെ തോന്നണില്ലെങ്കിലും കുഴലപ്പൊക്കെ കഴിക്കുന്നത് വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണില്ല. എന്തൊരു പറയണ രീതി അനുസരിച്ച് വരണ രീതിയാണ്. നമുക്ക് നമ്മുടെ ഒരു ഉന്നത തലത്തിൽ മനസ്സിലാക്കുമ്പോഴല്ലാണ്ട് അതിൽ ഫേക്ക്നെസ്സും കൃത്രിമം കൊണ്ടുവരണല്ലേ. നാച്ചുറലായിട്ട് കൊണ്ടുവന്ന് കൃത്രിമം കാണിക്കുന്നത് ലെജൻസ് അല്ല, അത് വേസ്റ്റാണ്. പറഞ്ഞിട്ട് ആരെങ്കിലും കോണത്തരം കാണിച്ചിട്ട് മണ്ടശിവനെ ആലോചിച്ച് നടന്നിട്ട് ഓരോ വിഡ്ഢിത്തരം കാണിച്ചിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് തമ്മിൽ കൊല്ലിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കണവർ, CJ റോയ് പോലെയുള്ളവർ ഡ്രഗ് അടിച്ച് നടന്ന് ബാഡ്ലി മോട്ടിവേറ്റ് സ്ഥലത്ത് എന്നായിരിക്കും നീങ്ങിയവർ, അവർ എങ്ങനെയാണ് അത് ദൈവങ്ങളാവണമെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ. മണ്ടശിവനെ ആലോചിച്ച് നടക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നത് ജയിക്കുന്നതല്ല, മെറ്റീരിയലിസ്റ്റിക് നിലനിൽപ്പില്ല. അത് ജയിക്കുന്നത് ഒന്ന് അധിഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്യണതിലാണ് അർത്ഥം. ഒരു കാര്യം പറയേണ്ട സമയത്ത് ആരും പറയിപ്പിക്കാണ്ട് പറയണതിലാണ് അർത്ഥം. ഇപ്പോൾ വീട്ടുകാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും വന്നായി അവർക്ക് അങ്ങനെ തോന്നണില്ലെങ്കിൽ വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ചെയ്യണ്ടെങ്കിൽ അത് ഒരു പരസ്പരമായിട്ട് കാര്യങ്ങളും അത് കഴിഞ്ഞ് എന്തെങ്കിലും ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. വേറെ സ്ഥലത്ത് വേറെ വല്ല കാര്യം നോക്കണത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കും. ഒന്ന് അലങ്കോലമൊക്കെ ആയിട്ട് ഉണ്ടാക്കില്ലല്ലോ. ആരെങ്കിലും അവിടെ ജോലിയിൽ ആരെയും പ്രൊവൈഡ് ചെയ്യണ്ടെങ്കിൽ അത് മതി. ലീവ് കിട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അലങ്കോലമായിട്ട് ഉണ്ടാക്കില്ല. അവർക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർ കഴിക്കട്ടെ. കഴിക്കണവരുണ്ട്, ഞാൻ എവിടെയും പോയിട്ട് കഴിച്ചിട്ടുണ്ട്. അത് കഴിക്കണ്ട നമ്മളതിനെ കഴിക്കുക. അങ്ങനെ ഉണ്ടാക്കണമെന്ന് കാശ് കൊടുത്ത് വേറെ വെച്ചാൽ നമുക്ക് ആരെങ്കിലും ഫുഡ് പ്രൊവൈഡ് ചെയ്യണ്ടെങ്കിൽ വേറെ ഫുഡ് ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വേറെ നമ്മൾ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ശരി വരുന്നത്. അല്ലാണ്ട് എവിടെയെങ്കിലും നമ്മൾ ആരെങ്കിലും പിടഞ്ഞ അവിടെ പോകാൻ നിൽക്കുക, അതങ്ങനെയല്ല വരേണ്ടത്. ഇപ്പോൾ ഡെനിസ് പണ്ട് പറയും, ചാടി അവിടെ ഞാൻ എന്തോ പ്രൈവറ്റായിട്ട് ചെയ്യുമ്പോൾ ചാടി ഒളിഞ്ഞ് നോക്കി. അതൊക്കെ ഒരേ ഉന്നത തലത്തിൽ വേറെ എന്തെങ്കിലും കോസ്മിക് കാര്യങ്ങളോ പറയണേ. അന്നൊന്നും ഞാൻ അതിനെക്കുറിച്ച് ഒരു 18, 19, 22 വയസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല ആ സമയത്ത്. അങ്ങനെ നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് ജോലി ചെയ്യണ സമയം ആ സമയത്ത് എത്തിയിട്ടില്ലേ. അപ്പോൾ എങ്ങനെ പറയും, ഡാഡി സുന്ദര കൊട്ടപ്പന ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ,
അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഗുഡ്കിയും കഴിച്ച് സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ? 24 വയസ്സ് ചെയ്യണുള്ളൂ. നമ്മളങ്ങനെ ചെയ്യണ ഗുഡ് കഴിച്ച് വേറെ രീതിയിൽ സംസാര രീതിയൊന്നും ഇല്ല. ഏത് രീതിയിൽ സംസാരിക്കണോ അതിലൊരു നിലനിൽപ്പും മിത്യവായും പാലിച്ച് ആശയടക്കം പാലിക്കണം. അതിലാണ് കാര്യം. അതാണ് നമ്മുടെ ഡാഡീസ് ഒരു കുട്ടപ്പം നമ്മുടെ വീട്ടിലുണ്ടല്ലോ എന്ന്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സംസാരിച്ച് പറയുന്ന രീതിയാണ്. ഇപ്പോൾ പണ്ട് തോമസിൻ്റെ കാര്യം അതിൽ ഞാൻ നിർത്താം. തോമസ് എന്താ ചെയ്തത്? തോമസ് പണ്ട് ഇവിടെ വന്നപ്പോൾ യേശുവിനെ കുറിച്ച് പറയാൻ വന്നപ്പോൾ അരമൈക്ക് ഭാഷയിലല്ല പറയണത്. അരമൈക്ക് ഭാഷയുടെ മലയാളത്തിൽ കൂടി പറഞ്ഞിട്ട് പണ്ടൊക്കെ ഇവിടെയുള്ള ഒരു സ്പൈസ് ട്രേഡിങ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂരും തൃശ്ശൂരൊക്കെ വന്നിട്ട് അവർ വരുമ്പോൾ കുറേ അവർ ആദിവാസികളുണ്ട്. അവരായിട്ട് എല്ലാവരും രാത്രിയിലല്ല മനുഷ്യരായ പലതും പറ്റും. അതിനെന്തെങ്കിലും ആ സമയത്തുണ്ടോ? പെണ്ണുങ്ങളായിട്ട് എന്തെങ്കിലും ആദിവാസി കുണ്ടന്മാർ ഭാര്യയെ ഷെയർ ചെയ്യണവരുണ്ടോ? അങ്ങനെ ചെയ്ത് മുമ്പല്ല എന്തെങ്കിലും ഉണ്ടായിട്ടോ? സർക്കംസിഷൻ ചെയ്തവരല്ലേ? മുസ്ലിംസിൻ്റെ ചൊവ്വ മലയാളത്തിൽ പറയണ വേറെ, ഇവിടെ പെരി എന്നൊക്കെ പറഞ്ഞ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ സംസാരിക്കേണ്ട ഇത് തൃശ്ശൂർ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അവർക്ക് ഇവിടെ വന്നിട്ട് യഹൂദിയർ മൾട്ടിപ്ലൈ ചെയ്തതാണ്. ചിലവർക്ക് ഭാര്യമാർ നമുക്ക് വലിയ ഉയരത്തിലുള്ള വെളുത്ത മക്കളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഹിസ്റ്ററി എനിക്ക് മനസ്സിലാക്കാം. അതൊന്നും ആ ഹിസ്റ്ററി ബുക്കിൽ പറയില്ല. ആ ദിവസം കൊണ്ടുമാർ പറയാം ഇവരോട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വലിയ ഇപ്പോഴത്തെ ജീൻസിൽ 20 സെഞ്ചുറി മാറി 1st സെഞ്ചുറി തൊട്ട് 0 സെഞ്ചുറി തൊട്ട് പണ്ടത്തെ 3000 BC നോക്കേണ്ട കാര്യമില്ല. 2000 വർഷം മുമ്പ് തൊട്ട് 21st സെഞ്ചുറി വരെ ഉയരമുള്ള വെളുത്ത പിള്ളേരെങ്ങനെ വരണേ? അങ്ങനെയൊക്കെ വരുന്നതാണ്. ഷെയർ ചെയ്ത് യഹൂദിയരായിട്ട് പല ജീൻസ് മൾട്ടിപ്ലിക്കേഷൻ വന്നുണ്ട്. ഈ തോമസ് പിന്നെയും ബൈബിള് തമിഴ്നാട്ടിലേക്ക് പോയി. തിരുച്ചിറപ്പള്ളിയാ, തേനിയാ, മധുരയാ എവിടെ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ തമിഴ് നാട്ടുകാരെങ്ങനെയാണ്? ചേര രാജ്യം മാറി, മലയാളം സ്പഷ്ടമായിട്ട് ലിപി മാറി, 5 സെഞ്ചുറി 10 സെഞ്ചുറി മാറിയ പോലെയല്ല. തമിഴുകാർക്ക് ഒരു പ്രത്യേക കാടൻ ടൈപ്പുള്ള സംസാരമല്ലേ. അവർക്ക് ഈ തോമസിനെ അങ്ങോട്ട് കേരളയിലേക്ക് വന്ന കാല് കുത്തിയ കേരള ഷോറിൽ തീരത്ത് വന്ന തോമസിനെയും യഹൂദിയരെയും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ. അങ്ങനെ തമിഴ്നാട്ടിൽ പോയ തോമസും ഇവരെക്കാൾ ഇങ്ങനെയുള്ള തമിഴ്നാട്ടുകാരുടെ ജന്മിമാരുടെ നിന്ന് കൊല്ലപ്പെടാൻ ഉണ്ടായത് തോമസ്. എന്നുവെച്ചാൽ അവർ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ നോക്കണേ. ഉന്നത കാര്യത്തിൽ യേശുവിനെ കുറിച്ച് പറയാൻ വന്നു. തമിഴ്നാട്ടിലധികം അത് ക്രിസ്ത്യൻസ് ഇല്ല. ഈ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സാണ് കൂടുതൽ. അപ്പോൾ ഈ തമിഴ് ടൈപ്പുള്ള സംസാരം കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ തോമസിനെ കൊല്ലുണ്ടായത്. തോമസിനെ തേനിയാ, തിരുച്ചിറപ്പള്ളിയാ, റോക്ക് സ്റ്റോൺ എവിടെയോ മധുരയോ എവിടെ അങ്ങോട്ട് കൊല്ലപ്പെട്ട് അവശിഷ്ടം ഇവിടെ കൊടുങ്ങല്ലൂർ മലയാറ്റൂരൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ തമിഴ് എന്ന് പറയുന്നത് കുറച്ചൊരു വ്യത്യാസമുണ്ട്. മലയാളമായിട്ട് വലിയ ടച്ചപ്പ് ഇല്ല. എന്നുവെച്ചാൽ സാക്ഷരത കൂടുതലുള്ള, എഡ്യൂക്കേഷൻ കൂടുതലുള്ള, എനിക്കങ്ങനെ വലിയ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും ഡാഡിക്ക് കേരള, തൃശ്ശൂർ അല്ലെങ്കിൽ കൊച്ചി, കൊടുങ്ങല്ലൂരൊക്കെ പറയുന്നത് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ റീജിയൻ വ്യത്യാസമുണ്ട്. തമിഴ്നാട് പോലെയല്ലല്ലോ. അപ്പോൾ ഓരോരുത്തർ തമിഴ്നാട്ടിൽ നിന്ന് കൊല്ലപ്പെടുന്നതും അവരുടെ ഭാഷയുടെയോ അവരുടെയോ മെറ്റലിസ്റ്റിക് ഫിയറോ അവരുടെ എന്തൊക്കെയോ ഒരു നിർജീവമായത് ആരാധിക്കണതിൽ കൂടുതലായതുകൊണ്ടാണ് ശരിക്കുള്ളവർ അവിടെ ചെന്നാൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഹിസ്റ്ററി എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉന്നത തലത്തിലേക്ക് മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ അല്ലാണ്ട് ഉന്നത തലത്തിലേക്ക് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചൊരു രീതിയിൽ പറഞ്ഞ് ചെയ്യണതിലാണ് കാര്യം. എടുക്കാൻ പാടില്ലാത്ത പൊന്താത്ത ജോലിയാണെങ്കിലും ഒരു സമയം വരുമ്പോൾ അതൊക്കെ ചെയ്ത് ഈസി ആയിട്ട് വരുമ്പോഴാണ് പഠിച്ചാണെങ്കിലും ഏതാണെങ്കിലും ജയിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. നിലനിന്ന് പോവുക. അന്നേ തൊട്ടുള്ള അധിഷ്ഠിതമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ വെറുപ്പോടെ അല്ല, തമ്മിൽ കൊല്ലിക്കുന്നതല്ല, മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ അല്ല, മെറ്റീരിയലിസ്റ്റിക് ഫിയർ അല്ല. എന്തെങ്കിലും ചെറിയ പാളിച്ചകൾ തോൽവി അവിടെ ഇവിടെ കിടക്കണ്ടാവും. പക്ഷെ നമ്മൾ ജീവിച്ച് വന്നതിൻ്റെ അതിൽ അധിഷ്ഠമായി നിൽക്കണതിലാണ് ജയം. ജനിച്ച് മുതൽ ജയിക്കാൻ പഠിക്കുക എന്ന് പറയാം. ജയിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരും തോറും ജയിക്കാൻ പഠിക്കുക. അതിനാരും പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ ജീൻസിലുണ്ടോ. ജയിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തമ്മിൽ കൊല്ലിക്കാണ്ട് അല്ലാണ്ട് ഉന്നതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു സമയമെത്തുമ്പോൾ തികവെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാൻ ഒരു പ്രായത്തിൻ്റെ ഒരു തികവ് ഏറുമ്പോൾ അപ്പോൾ ആ സമയത്ത് തൊട്ട് ഏത് സമയം തൊട്ടാണെങ്കിലും അപ്പം അത് കാണിക്കുക. ആ സമയത്ത് ചെയ്യുക, അവിടെ ചെയ്യുക. ആ സമയത്ത് മെറ്റീരിയലിസ്റ്റിക് ഫിയർ ഇല്ലാണ്ട് ഒരു ഉന്നത തലത്തേക്ക് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് ഉന്നതിക്ക് ചെയ്യണ പോലെ തമ്മിൽ കൊല്ലിക്കാണ്ട് ചെയ്യണതിൽ ഒരു രീതി ഉണ്ടെന്ന് പറയുന്നത്. അതിലാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ധൈര്യത്തോടെ ചെയ്യാന്ന് പറയുന്നത്. അത് ഡ്രഗ് അടിച്ച് കൊല്ലിച്ചിട്ട് തമ്മിൽ കൊല്ലിച്ച് മുസ്ലിം, ഹിന്ദു, റോമൻ കാത്തലിക്കും ഇവരെ കേട് കാണിച്ചിട്ട് തമ്മിലായിരുന്നു കുട്ടി വാങ്ങിപ്പിച്ചിട്ട് അത് പിടിച്ചു നിൽക്കലിൻ്റെ തെറ്റിദ്ധാരണയാണ്. പിടിച്ചു നിൽക്കലിൻ്റെ ഓപ്പോസിറ്റ്, പിടിച്ചു നിൽക്കലിൻ്റെ അല്ലെങ്കിൽ എന്താ പറയാൻ
സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ്. സോഷ്യലിൻ്റെ അത് മാഷുമാർ വരെ പറഞ്ഞാറില്ല, ഡ്രഗ് അടിച്ച് നടക്കുന്ന ടീച്ചർമാർ വരെ പറഞ്ഞാറില്ലേ. മിസ്കമ്മ്യൂണിക്കേഷൻ, പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുണ്ട്. അത് മെറ്റീരിയലിസ്റ്റിക് പിടിച്ചു നിൽക്കലല്ല. ആത്മഹത്യ ചെയ്തിട്ട് എല്ലാം ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ട് അത് നേടിയെന്ന് പറയാൻ പറ്റില്ല, അതിനെ ജയിക്കാമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ വേറെ വ്യത്യാസമുള്ളത് ഞാൻ പറയും. പുതിയ തലത്തിൽ കൊറോണയും ബാക്കിയൊക്കെ കണ്ടു വരണതുകൊണ്ട് വ്യത്യാസത്തോടെ അവർ പോകണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു പ്രത്യേക രീതിയിൽ തിരിച്ച് പ്രദർശിക്കാണ്ട് പങ്കുവയ്ക്കുക. പഴകിയവർ ചിന്തിക്കണ പോലെയല്ല, മെറ്റീരിയലിസ്റ്റിക് പഴകിയവർ ഉള്ളതാണ്, അത് നമുക്ക് കാര്യമില്ല, അങ്ങനെ വേണ്ട. അപ്പോൾ പെർഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കുശുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഞാൻ കുശുമ്പ് കൊണ്ടുവച്ചിട്ട് ഞാൻ പറയാൻ ആരോട് കുറിച്ചും പറയാൻ പോയിട്ടില്ലേ. അപ്പോൾ പൂർണ്ണ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു ബോഡി ലാംഗ്വേജ് അനുസരിച്ച് അന്നേ മുതലുള്ളത് അധിഷ്ഠമായി നിൽക്കണതിലാണ് കാര്യം. പിന്നെ ഇത് വെറുതെ കാട്ടിക്കൂട്ടലല്ല. ഇതൊക്കെ തോന്നുമ്പോൾ ഡ്രഗ് അടിച്ച് നടക്കണ ഒരു ബോധമില്ലാത്തവർക്ക് അത് കാട്ടിക്കൂട്ടലായിട്ട് തോന്നും. പക്ഷെ ഇത് ഒരു മനസ്സിലാക്കി ചെയ്യണതിലാണ്. മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ എന്താ, വെറുപ്പും വൈരാഗ്യം തെറ്റൊന്നും ഇല്ല ഇതിൽ ഉന്നതിക്ക് വേണ്ടി മനസ്സിലാക്കിയിട്ട് അതിനുള്ളത് ഞാൻ പറഞ്ഞില്ലേ, യഹോവയ്ക്ക് ജലസി ഉണ്ടെങ്കിൽ ജലസായിരിക്കും. ഒരു കാര്യങ്ങൾ അധിഷ്ഠമായി അതിൽ വില കൽപ്പിക്കാനായിട്ട് അതിൽ പ്രയത്നിച്ച് മുന്നേറിക്കൊണ്ടിരിക്കും. എത്ര തോൽവിയും പാളിച്ചകളും എവിടെയെങ്കിലും ഉണ്ടായാലും ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്, അല്ലാണ്ട് കാട്ടിക്കൂട്ടലല്ല. അത് ശരിക്കും പറഞ്ഞാൽ ബോധത്തോടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു അന്ന് യേശു ചെയ്തത് എന്താ, ഈ അടിമത്തത്തിൽ നിന്ന് പേടിച്ചും നിന്ന് അത് മറയാനായിട്ട് അടിമത്തത്തിൽ നിന്ന് പുറം തള്ളി ഇസാക്കിന് പകരം ചെയ്യണത്, അടിമത്തത്തിൽ നിന്ന് പുറം തള്ളി തുള്ളിച്ചാടുക. ഒരു കാര്യം ഒരു തരം വെറുപ്പും വിദ്വേഷം വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്ന് തുള്ളി ചാടി ഒരു എല്ലാവരും കാര്യം മനസ്സിലാക്കിയിട്ടാണെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കാൻ സ്നേഹിക്കണം, അതിൻ്റെ അങ്ങേയറ്റം വരെ എത്തിക്കാനുള്ള രീതി. അല്ലെങ്കിൽ എന്തെങ്കിലും അടിമത്തത്തിൽ നിന്ന് പുറന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ അല്ലാന്ന്. അതുകൊണ്ട് മുനിയും മനിയും കുനിയൊന്നും അത് പറയില്ല. അവർ ഡ്രഗ് അടിച്ച് കുടിച്ചതെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് വിപരീതം പറയും. പൂർണ്ണ വിവരമില്ലാണ്ട് കുറേ ആദിവാസികളെ പോലെ ഡ്രഗ് അടിച്ചാണ് തമ്മിൽ കൊല്ലിക്കും, കുടിച്ച് ഇല്ലാണ്ട് അവനെ ചെയ്യും. പൂർണ്ണ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും മനസ്സിലാക്കാൻ പഠിക്കുക. അതുകൊണ്ട് ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും വിപരീതം ചെയ്യണവർ, പ്രത്യേകിച്ച് ഹിന്ദുസ് നിരീശ്വരവാദമാണ്. അവർ ഹിന്ദുസാണ് ദൈവവിശ്വാസികൾ നടക്കുന്നുണ്ട്. നിരീശ്വരവാദം കൊണ്ട് നടന്നിട്ട് ഗ്ലീച്ചോ കുറേ ഗുട്കയും കഴിച്ച് നടന്നവരും BJP സപ്പോർട്ട് ചെയ്യണവരും മൂട് മണത്ത് ഇരിക്കണവരും നശ്വരമായതിനെ ആരാധിച്ചിട്ട് അത് ദൈവമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ച് തമ്മിൽ കൊല്ലിപ്പിച്ച് നടന്നിട്ട് അതൊരിക്കലും ദൈവമാവില്ല. അത് തന്നെയാണ് നിരീശ്വരവാദം. ആ വിവരമില്ലായ്മയിൽ കൊണ്ട് നടക്കണതുകൊണ്ടാണ് നിങ്ങൾ ഇതിൻ്റെ പുറത്ത് കുറേ നിരീശ്വരവാദികളുണ്ടെന്ന് പറയണത്, അല്ലേ? അതല്ല കറക്റ്റ്. നിങ്ങളും നിരീശ്വരവാദികളാണ്, അവരും നിരീശ്വരവാദികളാണ്. അപ്പോൾ രണ്ടും കൂടി തമ്മിൽ അടി കൂടിയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് മുസ്ലിംസ് ഖുർആൻ മൊത്തം എഴുതിക്കുന്ന ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ടാണ്. അല്ലെങ്കിൽ അവർ തമ്മിൽ കൊല്ലിച്ച് അരുന്നൂട്ടി വാങ്ങുമോ? വെറുതെ വല്ല കാര്യം ഉണ്ടായിരുന്ന ഗാസ മൊത്തം ഇല്ലാണ്ടാക്കേണ്ട രീതി? വെറുതെ തോണ്ടാൻ പോയിട്ടല്ലേ? ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് നിങ്ങളുടെ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ തെറ്റ് ശരിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഈ തെറ്റിൽ ഉരുണ്ട് കളിച്ച് പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായിട്ട് ഒരു കാര്യമില്ല. CJ റോയിന് അതാ പറ്റിയത്. ബാഡ്ലി മോട്ടിവേറ്റ് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. ഇവിടെ ദേഷ്യത്തോടെ ആരും പറയണല്ലേ, ഉന്നതത്തിലേക്കുള്ള കാര്യങ്ങൾ ഉന്നതിക്ക് വേണ്ടിയാണ് പറയണത്, അല്ലേ? ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവർ തമ്മിൽ കൊല്ലിച്ച് നടന്നിട്ട് ആത്മഹത്യ ചെയ്തു, ഞങ്ങൾ കുറഞ്ഞ് നേടിയെന്ന് പറയാൻ പറ്റുമോ? തന്നെ ജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അന്നേ തൊട്ടുള്ള അധിഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്യണതിലാണ് കാര്യം. ധൈര്യമില്ലാത്തവരാണ് പരീക്ഷയിൽ പൊട്ടി, ജോലി പോയി, ഡ്രഗ് അടിച്ച് കുടിച്ച് തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നത് ധൈര്യമില്ലാത്തവരാണ്. പെട്ടെന്ന് വിഷമം വരണവർ, പെട്ടെന്ന് ക്ഷീണം വരണവർ. അതല്ല വേണ്ടത്. എല്ലാവർക്കും റെസ്റ്റ് കൽപ്പിച്ചില്ലേ കൊറോണ സമയത്ത്? അതല്ല വേണ്ടത്. അപ്പോൾ അത് ഒരു കാര്യത്തിൽ വരുമ്പോൾ ഒരു സമയത്തിനനുസരിച്ച് വരണ രീതിയാണ് പറയണത്. കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് തമ്മിൽ കൊല്ലിച്ച് നടന്നിട്ട് വിടുവായുത്തരം പറഞ്ഞിട്ട് വേറെ ഏതോ രീതിയിൽ എന്തൊക്കെ സംസാരിച്ചിട്ട് അത് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറയുന്നത് വ്യത്യാസമുണ്ട്, നിങ്ങൾ പറയുന്നത് വ്യത്യാസമുണ്ട്. പെണ്ണന്മാർ ഇത് പറയില്ലേ? പെണ്ണുങ്ങൾ വരെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരുണ്ട്, അല്ലേ? അവരാരും പറയിപ്പിക്കാണ്ട് പറയുമോ? ഇല്ല. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവരും തെറ്റിൽ ഉരുണ്ട് കളിച്ചിട്ട് പിന്നെ റോമൻ കാത്തലിക്സ് ബൈബിളൊന്നും ഞങ്ങൾക്ക് വായിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ പാതിരികളുടെ ആവശ്യമില്ല എന്ന് വിലയില്ലാണ്ട് ചേരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പാതിരികളുടെ കയ്യെ മുത്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ കക്ഷത്തിൽ തോളത്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാകുമ്പോഴേ പാതിരികളെ കൊണ്ട് മാമോദീസ ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ, അല്ലേ? അറിയാത്ത 5 മാസം പിള്ളേർക്കും 4 മാസം പ്രായമുള്ള പിള്ളേർക്കും അല്ല, ഒരു 30 വയസ്സായിട്ട് ഒരു 70 വയസ്സ് 25 18 19 വയസ്സിലാണ് മുങ്ങി നിവരേണ്ടത്. പല രീതിയിൽ മുങ്ങി നിവരലുണ്ട്. അതാണ് ചെയ്യേണ്ടത്.
മുസ്ലിംസ് ആരെയും ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയോടാ വെഡ്ഡി? കുടിച്ച് ഡ്രഗ് അടിച്ചാണ് നടന്ന് മൂന്നാമത് ഏഴാമത് ജനിച്ചവരും അതാ പറയുള്ളൂ അല്ലേ? ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് മുസ്ലിം ആവണത്? ഇത്രയ്ക്ക് ഏതെങ്കിലും മുസ്ലിം യേശുവിനെ കുറിച്ച് പറയുമോ? യഹൂദിയരെന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. യഹൂദിയരെന്ന് പറഞ്ഞാൽ ഇസഹാക്കിൻ്റെ കാര്യങ്ങളാണ് പറയാം. ഇസഹാക്കിന് പകരമാണ് യേശുവയുടെ കാര്യം വന്നത്. ഇസഹാക്ക്, ദാവീദ് രാജാവിനോട്ട് യേശുവ. അതൊക്കെ ഒരു 3000 വർഷം BC-യിൽ ഇവിടെ വന്നതാണ്. പിന്നെ 2000 വർഷം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. 21st സെഞ്ച്വറി. ആ പറഞ്ഞ വർഷത്തിൻ്റെ അവിടെ തുടക്കം തൊട്ട് ഇനി ഒരു 3000 AD എന്ന് പറയുമ്പോൾ 3000 എന്ന പോലെ അവിടെ വരെ എത്തുന്നത്. 1000 വർഷം ഒരു രീതിയിൽ ആത്മാവാണെങ്കിലും ഒരു സമയത്ത് ഒരു പുതിയ രീതിയിൽ നിത്യായുസ് രീതിയിൽ അവർ വരും. അത് അങ്ങനെ തന്നെ വരും. 300 വർഷം ജീവിക്കാനുള്ള ഒരു പ്രത്യേക രീതിയിൽ എന്തോ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ വരും. പിന്നെ ഈ പഴകിയതും കൊണ്ട് പഴകിയവർ കുറേ ചത്ത് അടഞ്ഞു, കുശുമ്പ് കൊഞ്ചു വെച്ച് തമ്മിൽ തോൽവി തെറ്റിൽ ഉരുണ്ട് കളിച്ചു ശരിയാന്ന് വിചാരിച്ചിട്ട്. അതൊരിക്കലും ജയിക്കാൻ പോകുന്നില്ലേ. ആത്മഹത്യ ചെയ്തിട്ട് തമ്മിൽ കൊല്ലിച്ച് നടന്നിട്ട് ഡ്രഗ് അടിച്ച് നടന്നിട്ട് അത് ജയമാന്ന് പറഞ്ഞാൽ പൂർണ്ണ വിഡ്ഢിത്താണത്. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവർ നിൻ്റെ കൂടെയുള്ളവരാണെങ്കിൽ ഞാൻ ഞഞ്ഞമിഞ്ഞ പറയാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ഞഞ്ഞമിഞ്ഞ തമ്മിൽ കൊല്ലിച്ച് നടക്കണവരാണെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ പറയാം. ഒരു പെണ്ണും ഇങ്ങനെ കുറേ വാലാട്ടി പട്ടികളുടെ പോലെ ഡ്രഗ് അടിച്ച് കുടിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുള്ള പോലെ സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ വരാണ്ടായിക്ക് നിങ്ങളെ അറിയില്ല. സാധാ രീതിയിൽ നിങ്ങൾ ഹാരിസ് എന്താണെന്ന് സംസാരിക്കാൻ അറിയോ? ഇല്ല. പാർട്ടിക്ക് ക്ഷണിച്ച് സാധാ രീതിയിൽ നിങ്ങൾ സംസാരിക്കണല്ലേ. നിങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ ആരായോട് ഞാൻ സംസാരിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ്. അത് നിങ്ങൾക്ക് സാധാ രീതിയിൽ സംസാരിക്കില്ലല്ലോ. നിങ്ങൾ വേറെ വീട്ടിന് സ്വപ്നം കാണാനല്ലേ. നിങ്ങളുടെ കൂടെ കുടിച്ച് ഡ്രഗ്സ് നടക്കണം തമ്മിൽ കൊല്ലിച്ച് വൃത്തികേട് പറയണവർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റാന്ന് പറയാം. പക്ഷേ നിങ്ങളും കുടിച്ച് നടക്കണവരും അവരും ഡ്രഗ് അടിച്ച് നടക്കാരും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കണവരും കുറേ സീച്ചറോയികളും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക ആരെ ശരി, എന്താ ശരി, ഏതാ തെറ്റെന്നൊക്കെ. നിങ്ങൾ തെറ്റ് ശരിയാന്ന് പറഞ്ഞു നടന്നിട്ട് നിരീശ്വരവാദമാണ് ശരി എന്ന് പറഞ്ഞിട്ട് തമ്മിൽ കൊല്ലിച്ച് നടന്നു കഴിഞ്ഞിട്ട് നിർജ്ജീവമായ നിരീശ്വരവാദം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക്. പിന്നെ സെക്ഷൽ നീഡുള്ള പെണ്ണുങ്ങളും ബുദ്ധിയില്ലാത്തവരും പറയുന്നത് കേൾക്കാൻ പോരുത്. നിങ്ങളോ ഡ്രഗ് അടിച്ചു നടക്കുന്നുണ്ട്, പിന്നെയും പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയില്ലാത്തൊരു സെക്ഷൽ നീഡുള്ളവർ പറഞ്ഞു കേട്ട് നടന്നാൽ നിങ്ങളും പോക്കാവും അവരും പോക്കാവും. അതിന് ഇടവരുത്തരുത്. ആ പറയണത് കേൾക്കാം. നിങ്ങൾ ഒരു ഉന്നത തലത്തിലേക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാക്കുക. അവർക്ക് പറയേണ്ട രീതി പറയേണ്ടത് അങ്ങനെയല്ല, ഇങ്ങനെ ജീവിച്ച രീതി വ്യത്യാസമുണ്ട്. അധിഷ്ഠമായി നിൽക്കണേലാണ് കാര്യം എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് ബുദ്ധിയില്ലാത്തവരുടെ പോലെ ശരിക്കുള്ള കാര്യം മനസ്സിലാക്കി തന്നിട്ടും വീണ്ടും ആ വിഡിത്തം തന്നെ തുടർന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു മുസ്ലിമും മൂമന്മാരും ഡ്രഗ് അടിച്ച് നടക്കുന്നവരും ഇത് പറയില്ല എന്ന്. ഒരു ഉന്നത തലത്തിലേക്കുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ബൈബിളിൽ പറയുന്നത് എപ്പോഴും തുടക്കം തൊട്ട് അങ്ങനെ പറയണേ, ഉന്നതത്തിലേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, ആരാഞ്ഞ അറിയുക, അതിനെയാണ് ജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് തന്നെയായിരിക്കും. വല്ല മണ്ടന്മാരും ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കുന്ന ഖുറാൻ എഴുതിയവർ പറയുമോ? അതുകൊണ്ട് അത് റിലീജിയൻ അല്ല. ക്രിസ്ത്യാനിറ്റിയുടെ അവസാന ഒരു പുതിയത് വരുന്നത് എങ്ങനെയാണ്? അത് മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ അല്ല. അതുകൊണ്ട് തന്നെയാണ് അത് നിരീശ്വരവാദം അല്ല എന്ന് പറയുന്നത്. അത് പൂർണ്ണ ജയത്തിലേക്കുള്ള ഒരധിഷ്ഠിതമായി അതിൽ നിലനിന്ന് അതിലേക്ക് പ്രയത്നിക്കാനുള്ള യഹോവയുടെ കഴിവിനെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായ? അല്ലാണ്ട് ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക. അവിടെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് തമ്മിൽ കൊല്ലിച്ചിട്ട് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിട്ട് പിടിച്ച് നിൽക്കലിൻ്റെ വിപരീതം ചെയ്തിട്ട് പിടിച്ച് നിൽക്കലിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എല്ലാം സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് അധിഷ്ഠമായി നിൽക്കാണ്ടുള്ള കാര്യമല്ല അത്. അതും കാര്യം എന്ന് പറയാൻ പറ്റില്ലേ. യഹോവയുടെ ഇതെങ്ങനെയാണ്? ഒരു കാര്യം അധിഷ്ഠിതമായി അന്നേ തൊട്ടുള്ളത് നിലനിർന്ന് പ്രയത്നിക്കാനുള്ള ഒരു കഴിവിനെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അല്ലേ. അത് മെറ്റീരിയലിസ്റ്റിക് നിർജ്ജീവമായത് ആരാധിച്ചു. കുറേ നാൾ ആത്മഹത്യ ചെയ്യാണ്ട് ജയിച്ചില്ല, തോൽക്കാനായിട്ട് ഒരുമ്പെട്ട് നടന്നു. അതിനെ മെറ്റീരിയലിസ്റ്റിക് റിലീജിയനായിട്ട് ഇത് തട്ടിച്ച് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ക്രിസ്ത്യാനിറ്റി റിലീജിയൻ അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിർത്തുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പേ പറഞ്ഞു എനിക്ക് സർക്കംസിഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കസിന് പോലെ തൊലി താഴേക്ക് ഇറങ്ങണമെന്നല്ല. തൊലി കട്ടിയിൽ ഷാഫ്റ്റ് മള്ളി പിടിച്ചിരിക്കുക, താഴേക്ക് ഇറങ്ങില്ല. അപ്പോൾ ചെറുതായിട്ട് ഇരിക്കണതിന് മുസ്ലിംസും ബാക്കി യഹൂദിയരുടെ ഒരു ജീൻസ് വരുമ്പോൾ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ മുസ്ലിംസും ഹിന്ദുസും റോമൻ കത്തോലിക്സ് പോലെയല്ല. കുടിച്ചിടക്കടിച്ച് വിപരീതം ചെയ്യണം പോലെയല്ല. അതിനധിഷ്ഠിതമായി നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല. കുടിച്ചിടക്കടിച്ച് തമ്മിൽ കൊല്ലിക്കുന്നത്
പെണ്ണുങ്ങളും പെണ്ണന്മാരും എല്ലാം ഡ്രഗ് അടിച്ച് നടക്കണവരാണ്, ശിഖണ്ഡികളെ ആരാധിക്കണവരും. അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ജയിക്കാനായിട്ട് അധിഷ്ഠിതമായി ജനിച്ചു പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യത്യാസമുണ്ട്. അന്നേ തൊട്ടുള്ളത് നിലനിർത്താനുള്ള ഒരു പ്രയത്നിക്കലാണ്. എന്ത് അപകടം എന്തെങ്കിലും ഉണ്ടായിക്കോളും അതിൻ്റെ ഇടയിൽ. പക്ഷെ സ്വന്തമായിട്ട് അറിയുക, സ്വയം അറിഞ്ഞിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ചിട്ട് കാര്യമുണ്ടോ? ലെജൻഡുകൾ വരെ ഡ്രഗ് അടിച്ച് കുടിച്ച് വേസ്റ്റുകൾ പോലെ ആത്മഹത്യയ്ക്ക് ഒരുപാട് നടക്കുന്നുണ്ട്. സീജറോയ് പോലെയുള്ളവർ. ആത്മഹത്യ എന്ന് പറയുന്നത് ജയിക്കുന്നതല്ല. അപ്പോൾ ലെജൻഡുകൾ വേസ്റ്റുകളാണ്. സ്വയം പ്രയത്നിക്കാണ്ട് ആരോ കോപ്പി ചെയ്തിട്ട് പറഞ്ഞ് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് കോപനിയും കുഞ്ചുവാര്യരും പ്രഗ്നൻ്റ് അബോർഷൻ പിൽസ് കൊണ്ട് നടന്നിട്ട് കല്യാണം കഴിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കാണിച്ച് വിഡ്ഢികളാക്കിയിട്ട് അത് വേസ്റ്റാണ്. ആരും പറഞ്ഞിട്ട് നാച്ചുറലായിട്ട് തന്നെ കൃത്രിമം കാണിക്കണത്, പ്രത്യേകിച്ച് നിരീശ്വരവാദം കൊണ്ട് നടക്കുന്ന നിർജ്ജീവമായതിനെ ആരാധിച്ചിട്ട് അവർക്ക് വേണ്ടി ഡാൻസ് കളിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവർ എങ്ങനെ ജയിക്കാനാ? ബാക്കിയുള്ളവർക്ക് റോങ് ഇൻഫർമേഷൻ കൊടുക്കണു. മുസ്ലിംസ്, ഹിന്ദുസ്, റോമൻ കാത്തലിക്സ് അവരോ നിർജ്ജീവമായ നിരീശ്വരവാദം. പിന്നെയും നിരീശ്വരവാദത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവരോ തെറ്റ്, പിന്നെ വീണ്ടും തെറ്റ് ചെയ്യണവരെ തെറ്റ് ശരിയാക്കാൻ നടന്നിട്ട് എന്ത് കാര്യം? അതാണ് എന്താ അപകടം എന്തുണ്ടെങ്കിലും നിലനിന്ന് പോണയിലാണ് ജയിക്കാന്ന് പറയണേ. മെറ്റീരിയലിസ്റ്റിക് ചെയ്യല്ല, മെറ്റീരിയലിസ്റ്റിക് ഫിയർ ഇവിടെ എനിക്കില്ല. അപ്പോൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുമോ? ഇല്ല. കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരെ ആരും ഡിപ്പെൻഡ് ചെയ്യുക? തലയ്ക്ക് വെളിവിലാണ്ട് വളു പറയില്ലേ, വളു എൻ്റെ നാനിക്ക് പറയും വളു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. വളു എന്ന് പറഞ്ഞിട്ട് നടക്കില്ലേ? കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഞാൻ ഡ്രഗ് അടിച്ച് നടന്ന് ആത്മഹത്യക്ക് വരുമ്പോൾ ഗുട്ക കഴിച്ചു എന്ന് പറഞ്ഞ് നടക്കില്ലേ? അത് തെറ്റ് ചെയ്യണവരോട് തെറ്റ് ചെയ്യണവർ തന്നെ ഉപദേശം ചെയ്യാൻ പോയി എങ്ങനെ ഇരിക്കും? രണ്ടും തമ്മിൽ കൊല്ലിച്ച് ആത്മഹത്യ പ്രേരിപ്പിക്കല്ലേ? അതിനെ എങ്ങനെ ദൈവമാവും? ഇല്ല. തമ്മിൽ കൊല്ലിക്കുക. ബുദ്ധിയില്ലാത്ത സ്ത്രീകളായാലും, ബുദ്ധിയില്ലാത്ത ഹിജറകളാണെങ്കിലും, ബുദ്ധിയില്ലാത്ത ഡ്രഗ് അടിച്ച് നടക്കുന്ന പുരുഷന്മാരാണെങ്കിലും, മുസ്ലിംസ് ആണെങ്കിലും, മാമുക്കോയ ആണെങ്കിലും, ഷൂർഖാൻ എല്ലാം ഈ നിർജ്ജീവമായതിനെ ആരാധിച്ച് നടക്കണവർ, കുണ്ടി തല കയറ്റി വെച്ച് നടക്കണവരെല്ലാവരും ഇതന്നെ സെയിം. ഒരു കാര്യം സമയത്തിന് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ സർക്കംഷൻ ചെയ്തിട്ടില്ല, അത് മുസ്ലിം അല്ല. മുസ്ലിംസ് ആണെങ്കിൽ 6 മാസത്തിൽ സർക്കംഷൻ ചെയ്തിട്ടുണ്ടാവും. അവരെന്നിട്ട് ഗുഡ്ക്കും കഴിച്ച് അവരുടെ പാപ്പന്മാരുടെ കൂട്ടുകാരൊരു എന്തെങ്കിലും വൃത്തികേട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും ഗുഡ്ക്കും ചുണ്ണാമ്പും എല്ലാം ഒരു 20 വർഷമെങ്കിലും 30 വർഷമെങ്കിലും വായനുള്ള അകത്താക്കിയിട്ട് തലയ്ക്ക് വെളിവുണ്ടാവില്ല. അപ്പോൾ അവർ പറയിപ്പിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ കൃത്രിമം കാണിച്ച് നടക്കണവർക്ക് കൈ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഡ്രഗ് അടിച്ച് നടക്കണവർ കൈ അടിക്കും. അതിന് കണ്ടിട്ട് നിങ്ങളും ഡ്രഗ് അടിക്കാത്തവർ കൈ അടിക്കാൻ നിന്നാൽ നിങ്ങൾ ഭാവിയിൽ ഡ്രഗ് അഡിക്ട്സ് ആവാൻ പോലെ, സീജറോയുള്ള പോലെ. കൃത്രിമത്തിന് ആരെയും കൈ അടിക്കുമോ? ഇത്രയ്ക്ക് ആരും പറയിപ്പിച്ച് ഡ്രഗ് അടിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ബുദ്ധി ഇല്ലാത്തവർക്ക് വേണ്ടി ആരെയും കൈ അടിക്കുമോ? വെളിവില്ലാത്തവർക്ക്. ഞാൻ കൈ അടിച്ചിട്ടില്ല. അപ്പം എനിക്ക് പറയാം, ഞാൻ അങ്ങനെ തീർത്തും പറയാം. പ്രത്യേകിച്ച് 6ാമത് 7ാമത് 3ാമത് ജനിച്ചവർ ഒന്നാമത്തെ ഒരു കാര്യം പറയുമ്പോൾ സ്പഷ്ടമായിട്ട് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിവുണ്ട് നിങ്ങൾക്ക്. വീണ്ടും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ ഗുഡ്കയും എന്തൊരു അഡിക്റ്റാണ്. ഗുഡ്കയോ ഡ്രഗ് അഡിക്റ്റോ എന്തൊക്കെയോ കുടിച്ച് നടക്കുന്നുണ്ട് നിങ്ങളല്ലാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ തെറ്റിൽ ഉരുണ്ട് കളിക്കുമോ? ഞാൻ ആരെക്കുറിച്ച് ഞഞ്ഞമിഞ്ഞ അല്ലാണെന്ന് പറയാൻ പോയിട്ടില്ലേ? പിന്നെ എങ്ങനെ എനിക്ക് തിരിച്ചു കൊള്ളാം? നിങ്ങൾക്ക് പകരം ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണ്ടേ? ഡ്രഗ് അടിച്ച് നടക്കണവരെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യണ്ടേ? അത് മനസ്സിലാക്കാനുള്ള ബോധം അല്ലെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യം ജോലി അധിഷ്ഠിതമായി നിലനിന്ന് മെറ്റീരിയലിസ്റ്റിക് ഫിയർ ഇല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് ആത്മഹത്യ ചെയ്യുന്നതല്ല. ആരെങ്കിലും ആത്മഹത്യ ചെയ്യണവരും ഡ്രഗ് അടിച്ചു കുടിച്ച് നടക്കണവർ ആത്മഹത്യക്ക് എതിരായിട്ട് പറയൂ. അവർ പറയും അവരും കുടിച്ച് ഡ്രഗ് അടിച്ച് ഇല്ലാണ്ടാവും. ഡ്രഗ് അടിച്ച് നടക്കണവർ. ഇവിടെ ആരെങ്കിലും എന്നോട് പറയിപ്പിക്കാനുണ്ടാ? ഏത് സമയം തൊട്ട് പറയണോ? 34 എന്ന വയസ്സാണോ? 34 വയസ്സ് എവിടെ കിടക്കണു? 12 വയസ്സ് എവിടെ കിടക്കണു? 16 വയസ്സ് എവിടെ കിടക്കണു? 18, 19, 23, 26 വയസ്സ്. ഇനി 2000 കഴിഞ്ഞിട്ടുള്ള 1-2 കൂട്ടുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ തലത്തിൽ മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ അല്ലാത്തത് ഒരു ഉന്നത തലത്തിൽ ചിന്തിക്കണ ഒരു വയസ്സിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ള ബോധമൊന്നുമില്ലേ? നിങ്ങളോ 37-38 വയസ്സായിട്ട് പഴകിയവരനുകരിച്ച് പണ്ട് എന്തൊക്കെയോ ഗുട്ക കഴിച്ച് എന്തൊക്കെയോ ഒരു ഇടുത്തങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ തന്തയ്ക്കോ നിങ്ങൾക്ക് വേണ്ട. എന്നിട്ട് നിങ്ങളുടെ പഴകിയ മോന്ത നിങ്ങളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റാണത് അല്ലേ? ഞാനാണോ നിങ്ങളോട് പഴകിയ മോന്ത 18, നിങ്ങൾക്ക് 37 വയസ്സുള്ളൂ, ഒരു പ്രകാശം പിടിച്ച നല്ലൊരു ചെറുപ്പം തോന്നണം? അല്ല, നിങ്ങളുടെ ഇരുണ്ട് പിടിച്ച ഒരു കുടവയറും പിടിച്ച ഇപ്പം എന്തൊക്കെയോ അപകടമുള്ള പെട്ടത്തലയും ഡ്രഗ് അടിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് 78 വയസ്സ് തോന്നിക്കും നിങ്ങളെ? ഞാൻ ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ദണ്ണം തോന്നേണ്ട കാര്യം? അതല്ലേ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ സംസാരിക്കാൻ പറ്റാത്തത്? ഏത് വയസ്സ് തൊട്ടാണ് ഏതാണെങ്കിലും
എനിക്ക് അപാകത ഉണ്ടെങ്കിൽ ഞാൻ ഒരു വയസ്സിലേക്ക് കടക്കണ മുമ്പ് ഞാൻ ഗുഡ്കയും കഴിച്ച് ഒരു 10 പാക്കറ്റ് അകത്താക്കില്ലേ? ഞാൻ അതിന് വേണ്ടി പഴകിയവർ അനുകരിക്കാൻ നടക്കില്ലേ ഞാൻ? അത് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ നിങ്ങൾക്ക്? ഇരുട്ട് പിടിച്ച മോന്തയും കൊണ്ട് വന്നാൽ ഞാൻ എന്തിട്ടാടാ ഇരുട്ട് പിടിച്ച മോന്തയോടെ എന്ത് പറഞ്ഞ് ബോധിപ്പിക്കണം? നിങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് മാമുക്കോയും ഷൂർഖാനും എല്ലാം ഡ്രഗ് അടിച്ച് സിഗരറ്റ് വലിച്ച് നടന്നിട്ട് സിഗരറ്റ് വലിച്ച് നടന്നിട്ട് ഇങ്ങനെ ഓരോ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഒരു തരം എന്തോ പറയാൻ വന്നതില്ലേ, ഞാൻ അവരോട് എന്ത് പറഞ്ഞ് ബോധിപ്പിക്കണം? ഞാൻ അവരെന്തിനാ ഡിപ്പെൻഡ് ചെയ്യണം? കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുക, ഒരു ബോധമില്ലാണ്ട് കുറേ വയസ്സായവരെ അനുകരിച്ച് നടക്കുക, എന്നിട്ട് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ അറിയില്ല, മുഖത്തൊക്കെ സംസാരിക്കാൻ അറിയില്ല. അന്നേ തൊട്ട് സാധാരണ രീതിയിൽ എന്താ അറിയണ്ടെങ്കിൽ അറിയണ പോലെ സംസാരിക്കണം, അറിയാത്ത പോലെ നടന്നിട്ട് എന്താ കാര്യം? എടാ നിങ്ങൾ മലയാളി പാരൻസ് ഉണ്ടായോ? നിങ്ങൾ ഹിന്ദിക്കാരോട് ഹിന്ദി പറഞ്ഞാൽ അവർ മലയാളം തിരിച്ച് പറയില്ല. നിങ്ങൾ ഹിന്ദിയിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി, ഞാൻ വീട്ടിലൊന്നും ഹിന്ദി സംസാരിക്കാറില്ലേ, എവിടെയാണെങ്കിലും പുറത്ത് ഗോവയിലാണെങ്കിലും. അപ്പോൾ നിങ്ങൾ എന്നോട് ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ പറയും, എന്താ ഹിന്ദിയിൽ പറയണേ, മലയാളത്തിൽ നമ്മൾ സംസാരിച്ച് വന്നിരുന്നു, മലയാളം അറിയില്ലേ എന്ന് ചോദിക്കാൻ. അപ്പം നിങ്ങൾ ഡ്രഗ് അഡിക്സ് നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ്, വൃത്തികെട്ട ബോഡി ലാംഗ്വേജ് ആ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അതാ ചോദിക്കണം നിങ്ങൾ ഏത് വീട്ടിനെ സ്വപ്നം കാണുകയെന്ന്. മുസ്ലിംസ് മാമുക്കായും ഷൂർഖാനും ബാക്കിയുള്ളവർ ഈ മണ്ടശിവനെ ആരിച്ച് നടക്കണവർ എന്താ ചെയ്യുക? പറയിപ്പിച്ച് പറയും, വെളിവുണ്ടാവില്ല, തലയ്ക്ക് വെളിവുണ്ടാവില്ല, എന്തൊക്കെയോ എഴുതി കൂട്ടി ആരോ പറയിപ്പിച്ച് ഡ്രഗ് അടിപ്പിച്ചവർ പറയും, ഒരാഴ്ച പഠിപ്പിക്കും, എഴുതി പേപ്പറിൽ പറയിപ്പിക്കും. ആ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളാണ് അവർ മൈക്കോടെ പറയണേ അല്ലേ? അവരങ്ങനെയോ ഇവർ കുറ്റം പറച്ചിൽ. ഇവിടെ എന്താ പറയുക, സ്പഷ്ടമായിട്ട് പറയണം, നിങ്ങൾ തമ്മിൽ ഞാൻ കുറ്റം പറയാറില്ല ആരെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഡ്രഗ് അടിച്ച് നടക്കില്ലേ, വീട്ടുകാരെ കുറിച്ച് ആരെക്കുറിച്ച് പറയാറില്ലേ? അതിനെ കുറ്റം പറച്ചിൽ പറഞ്ഞാൽ ഇത് സ്പഷ്ടമായിട്ട് പറയാം, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഉന്നതിക്കുള്ള കാര്യങ്ങൾ ചെയ്യേ, ഉന്നതിക്കുള്ള കാര്യം ഇത് സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയണത്. നിങ്ങൾ വേറെ എന്തൊക്കെയോ ഏതോ വെഡിനെ സ്വപ്നം കാണുന്നത് അത് ശരിയാണെന്ന് ധരിച്ചിട്ട് കാര്യമില്ല എന്നല്ലേ ഞാൻ പറഞ്ഞേ. നിങ്ങൾ വേറെ എന്തൊക്കെയോ തെറ്റുള്ളവരോട് അത് ശരിയാന്ന് പറഞ്ഞ് നടന്നിട്ട് അതിനെ ശരിയാന്ന് വിചാരിച്ചിട്ട് എന്ത് കാര്യം? അതല്ലേ പറഞ്ഞു, നിങ്ങൾ ഇത്ര ആൾ കൂട്ടി ശരിയാന്ന് വിചാരിച്ച് നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾ ബൈ ഹാർട്ടാക്കി പറഞ്ഞ് കൃത്രിമത്തിനെയും വിശ്വസിക്കുന്നത്, അത് ചെയ്തിട്ട് എന്ത് കാര്യം? ഇപ്പോൾ ലോകം മൊത്തം കേൾക്കുന്നുണ്ട്, നിങ്ങൾ 2-3 പേര് മാത്രമല്ല അത് കേൾക്കുന്നത് അല്ലേ? റെക്കോർഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പല രീതിയിൽ നിരങ്ങി നീങ്ങിയവരാണെങ്കിലും വളർന്നവരാണെങ്കിലും പെന്തക്കോസ്താണെങ്കിലും എല്ലാവരും കൂടിയും. അപ്പോൾ സ്ട്രെങ്ത് ഉള്ളവർ, ശരിക്കുള്ള ഒരു തരം ഉന്നതത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയണവർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന കാര്യം. പക്ഷെ നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് പാലിച്ചിരിക്കാണ്ട് എന്തോ സാധാരണ രീതിയിൽ സംസാരിക്കാണ്ട് വേറെ എന്തൊക്കെയോ പിന്നെയും ഡ്രഗ് അടിച്ച് കുടിച്ച് തെറ്റിൽ ഉരുണ്ട് കളിക്കണവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ കേട്ട് മനസ്സിലാക്കണേ. അതൊക്കെ കാര്യമുണ്ട്. പെണ്ണുങ്ങൾ പറയുമോ? ശരിക്കുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അതാണ് ഗ്രാസ്പ് ചെയ്യും, ഇതാണ് കറക്റ്റാണെന്ന് പറയും. നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കണവരോ 38 വയസ്സുള്ളവർ 78 വയസ്സ് നിൽക്കണവർ എന്താ വിചാരിക്കുക? ഞങ്ങൾ ഡ്രഗ് അടിച്ച് കൊടുത്ത് നടന്നവരാ ശരിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും സീജറോയിനെ അനുകരിക്കാൻ നടക്കും. അപ്പോൾ എനിക്ക് ആരാ കേൾക്കാൻ പോണേ? ശരിക്കുള്ളവരെങ്ങനെ കേൾക്കും? അല്ലെങ്കിൽ വേറെ ഉള്ളവർ ഡ്രഗ് അടിച്ച് നടക്കണവർ വക്കീൽമാരോ ഡോക്ടേഴ്സ്മാരോ അതിനുണ്ടെങ്കിൽ അവർ വേറെ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ശരിക്കുള്ളത് അവർക്ക് കുറച്ചുകൂടിയും ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വേറെ രീതിയിൽ അവർ മനസ്സിലാക്കിയെടുക്കാനും അവർക്ക് സാധ്യതയുണ്ട്. അവർ ഡ്രഗ് അടിച്ച് നടക്കണ നിർജ്ജീവമായത് ആരാധിക്കുകയാണെങ്കിലും ഡ്രഗ് അടിച്ച് നടക്കണവരെ പോലെ ആയിരിക്കില്ലേ ചിലപ്പോൾ ഗ്രാസ്പ് ചെയ്യുന്നത്. പെന്തക്കോസ്തുകാരും യഹൂദിയരും ഇത് കേൾക്കുമ്പോൾ വേറെ രീതിയിൽ കേൾക്കുക എന്ന് വെച്ചാൽ അവർക്ക് ആത്മഹത്യയാണ് കാര്യങ്ങൾ, അവർ വേറെ ഉന്നത തലത്തിലേക്ക് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ അവർ മനസ്സിലായി. ഇത് ശരിക്കുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, പറയിപ്പിക്കാണ്ട് പറയുന്നത്. നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കാൻ അവർ വീണ്ടും അതല്ലേ 18 പേരായിട്ട് വന്നാലേ സാധാരണ രീതിയിൽ സംസാരിക്കാൻ പറ്റും. 18 പേരെ ഇരുട്ട് പിടിച്ചൊരു കോറിഡോറിൽ ഞാൻ എല്ലാവരുടെയും മുഖം തിരഞ്ഞെടുത്തിൽ ടോർച്ച് ലൈറ്റ് അടിച്ചിട്ട് നോക്കണം. ഉച്ചയ്ക്ക് വന്നാലും കോറിഡോറിൽ ഇരുട്ടാണ്. ഒരു ബുദ്ധിയില്ലാത്ത പെണ്ണുമ്പിള്ളയുടെ കൂടെ വന്ന് ഇരുട്ട് പിടിച്ച മുഖം ഞാൻ മണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടോർച്ച് ഇല്ല, ലൈറ്റ് കത്തിച്ച് നോക്കണം മുഖം ആരൊക്കെയാന്ന്. ടോർച്ച് ഇല്ലാത്തപ്പോൾ ഞാൻ ടോർച്ച് പുതിയത് മേടിക്കണം 300 രൂപയ്ക്ക്, അതിന് വേണ്ടി പ്രത്യേകിച്ച് അതിന് വരും വിചാരിച്ചിട്ട്. ഒരു കാര്യം സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും അറിയില്ലേ, വെളിച്ചത്തിൽ സംസാരിക്കാൻ അറിയില്ലേ. ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പഠിക്കണം ആരെന്താ ചെയ്യണേന്ന്, സ്പഷ്ടമായിട്ട് ഏത് രീതിയിലാണ് പോണേന്ന്. അതായത് ഡ്രഗ് അടിച്ച് നടക്കണവർ ഇത് പറയില്ലേ ആരും നിങ്ങളോട്.
തമ്മിൽ തമ്മിൽ കൊല്ലിക്കല്ലാണ്ട്. ഗുഡ് കഴിച്ച് നടന്ന് ചൂറ്റിപ്പോയ റോമൻ കാത്തലിക്സും വിപരീതം ചെയ്യണം അവരത് പറയില്ല. സമയത്തിന് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. എവിടെയെങ്കിലും 3 വർഷമായിട്ട് എവിടെയെങ്കിലും ചാവാൻ കിടന്നിട്ട് ലാസ്റ്റ് ശ്വാസം വലിക്കാൻ പോകുമ്പോഴേ വരുള്ളൂ. സാധാ രീതിയിലൂടെ ഹാരിസനോട് സംസാരിക്കാൻ അറിയില്ല. അവിടെ ഒരു ആവർണ്യമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുക. ആ സമയത്ത് വേറെ വെടിനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന തെറ്റിൽ ഉരുണ്ട് കളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ ഡ്രഗ് അടിച്ച് നടക്കണ, കുടിച്ച് നടക്കണ, പിൽസും അബോർഷനും പ്രഗ്നൻ്റായി നടക്കണ മണ്ടശിവൻ ആരസ് നടന്നിട്ട് നിരീശ്വരവാദം വിപരീത മുസ്ലിംസ്, ഹിന്ദുസ്, റോമൻ കാത്തലിക്സ് ചെയ്ത് നടന്നിട്ട് അതിന് ജീവിക്കാമെന്ന് പറയാൻ പറ്റില്ല. നീ എത്ര നാളെ ജീവിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ആത്മഹത്യ ചെയ്യാൻ തമ്മിൽ പ്രേരിപ്പിച്ച് തമ്മിൽ കൊല്ലിച്ചിട്ട് നിരീശ്വരവാദം കൊണ്ട് നടന്നിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് ബോധമില്ലാണ്ട് ചെയ്യണേൽ അതിന് ജീവിക്കാമെന്ന് പറയാൻ പറ്റില്ല. നിരങ്ങി നീങ്ങിയിട്ട് എന്താ കാര്യം? അപ്പോൾ അത് പറയണേ, ഞാൻ ബോധത്തോടെ പറഞ്ഞതുകൊണ്ട് ഞാൻ എത്ര 10 മണിക്കൂർ ഉറങ്ങിയാലും, ഞാൻ എവിടെ വെച്ച് എന്ത് പറഞ്ഞതാണെങ്കിലും, ഏത് വയസ്സിൽ പറഞ്ഞതാണെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏത് സമയത്ത് എന്ത് നേച്ചറിൽ എന്ത് വന്നു എന്താ പറയുന്നത് നല്ല ഓർമ്മയുണ്ട്. അത് ഫുൾ ബോധത്തോടെ സംസാരിക്കുന്നവരായിട്ട് ഞാൻ അത് കളിക്കാൻ നിൽക്കരുത് പറയണേ. ഇത് രാവിലെ എനിക്കിപ്പോൾ നീ എന്നെ ചിരിപ്പിക്കാൻ നിൽക്കണോ? നിങ്ങളുടെ വിഡിത്തം. നിങ്ങൾ ഹിന്ദുസ്, മുസ്ലിംസ്, റോമൻ കാത്തലിക്സ്, സീജറോ, ഇംഗ്ലീഷോ ചൂറ്റിപ്പോയവർ തന്നെയാണ് നിങ്ങൾ തോൽവി ഏറ്റുവാങ്ങണേ അല്ലേ? ഇവിടെ ഞാൻ അധിഷ്ഠിതമായി നിൽക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം വന്നു ഞാൻ ചെയ്യണം. പിൽസ് വർഷം പ്രഗ്നൻ്റായി നടക്കണവർ നിങ്ങളുടെ തോൽവി കണ്ടിട്ട് എനിക്ക് ചിരി വരാം. അതിനെ ചിരിപ്പിക്കരുത്. ചിരിച്ച് ഞാൻ ചാവും ചിലപ്പോൾ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ തല പൊട്ടി ഹാ 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 എന്ന് ചിരിക്കാൻ പറ്റില്ല എനിക്ക്. നിങ്ങളുടെ വിഡിത്തം ഓർത്തിട്ട് ഇരുട്ട് പിടിച്ച മോന്തകൾ ഓർത്തിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ വിഡിത്തം കാണിക്കാൻ വേണ്ടി ഓരോരു ഗോഷ്ഠി കാണിച്ചോണ്ടിരിക്കുക. ഇരുട്ടത്ത് വന്ന് നിൽക്കുക. എനിക്ക് ശരിക്കും ചിരി വരണ്ട്. നിങ്ങൾ ഇരുട്ടത്ത് വന്ന് നിന്ന് ഇരുട്ടത്തിൽ നിങ്ങളെന്നെ കെണിയിലേക്ക് വീഴാം. നിങ്ങളെന്നെ ബുദ്ധിയില്ലാത്തവരെ ഇത് കാണിക്കുക. ശരിക്കും നിങ്ങൾ മോന്തകളെ കണ്ടിട്ടുണ്ടല്ലോ. 38 വയസ്സായിട്ടും 78 വയസ്സ് നിൽക്കുന്ന മോന്തകൾ കണ്ടിട്ട് ശരിക്കും ചിരി വരാം എനിക്ക്. സ്വപ്നത്തിൽ വരാൻ ചിരിക്കുന്നുണ്ട്. എൻ്റെ ആത്മാവ് ചിരിക്കുന്നുണ്ട്. വിഡ്ഢികളെ പോലെ പെരുമാറിയിട്ട് അതാണ് പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറ്റം? നിങ്ങളുടെ ഓരോ വളി വിട്ട മോന്തിയും എല്ലാം കണ്ടിട്ടും 78 വയസ്സ് തോന്നിക്കണ മോന്തിയും 68 വയസ്സ് തോന്നിക്കണ മോന്തിയും ഈ ശരിക്കുള്ള 37 വയസ്സുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 34 വയസ്സുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 32 വയസ്സുണ്ടാവുള്ളൂ. കണ്ട തോന്നുന്നു ഏതോ ഒരു മുതുക്കനാന്ന്. ഈ പഴകിയവരനുകരിച്ചിട്ടേ 34-35 വയസ്സ്. ഏത് വെഡ്ഡി ബുദ്ധി ഇല്ലാത്ത സ്ത്രീയുടെ പിന്നാലെ ഒരു 15 ഡ്രഗ് അടിച്ച് നടക്കണ 37 വയസ്സുകാർ വരെ. എന്നിട്ട് കോറിഡോർ വാതിൽ തുറന്നു നോക്കിയാൽ ഫുൾ ഇരുട്ടാണ്. ടോർച്ച് അപ്പുറത്ത് എടുത്തിട്ട് ലൈറ്റ് വരെ നിങ്ങൾക്ക് മൊന്തയിൽ തെളിച്ചാൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരില്ലേ? എന്നെ നോക്കണം ഞാൻ ആരെന്തൊക്കെയാന്ന്. ഒരു പ്ലാനിങ് വേണ്ട. എന്താ ചെയ്യണേ? സാധാ വെളിച്ചത്തിൽ സംസാരിക്കാൻ അറിയില്ല. എനിക്ക് ശരിക്കും നല്ല ചിരി വരുന്നുണ്ട്. ചിരിച്ച് ഞാൻ ചിലപ്പോൾ 1/2 മണിക്കൂർ നിർത്താതെ ചിരിക്കണ്ടേ എനിക്ക്. എന്തിനാ ആവശ്യമില്ലാണ്ട് ചിരിപ്പിക്കേണ്ട കാര്യം? സാധാ രീതിയിൽ മര്യാദയ്ക്ക് പോയിക്കോടെ. നിങ്ങൾ സ്വയമേ വിഡ്ഢികളാണ്, സ്വയം തോൽക്കാൻ ഇറങ്ങിയവർ. പിന്നെ എന്തിനാണ് എന്നെ ചിരിപ്പിക്കാൻ നടക്കണേ? ഞാൻ ചിരിക്കേണ്ട സമയത്ത് ഞാൻ ഒരു തമാശ കണ്ടിട്ട് ഓർത്തിട്ട് ചിരിച്ചോളും. അത് സാധാ നാച്ചുറലായിട്ട് വരുന്നത്. കൃത്രിമത്തിന് വേണ്ടി തന്നെ ചെയ്യണ. ഒരു ബോധം ബുദ്ധി വേണ്ട. ആർക്കെന്താ മനസ്സിലാവണേ, ആരാ മനസ്സിലാക്കാത്തത് എന്നുള്ള ബോധം വേണ്ടേ? നിങ്ങൾ ബോധത്തോടെ ചെയ്യാണ്ട് ഒരു വിഡിത്തം ചെയ്തിട്ടെന്ത് കാര്യം? എടാ, പെണ്ണുങ്ങൾ വരെ പിൽസ് അബോർഷനും പ്രഗ്നൻ്റ് ആയിട്ട് നടക്കണില്ലേ? അവരിത് പറയുമോ? അവർ ശിഖണ്ഡികൾ ആരാധിക്കണവരല്ലേ? ഇവിടുത്തെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് എന്ന് പറയുന്നതാണോ യൂറോപ്പ് ഗവൺമെൻറ്? ഞാൻ ഇംഗ്ലണ്ടിൽ 1.25 വർഷം ഉണ്ടായിരുന്നല്ലോ, കൊച്ചിയിലുണ്ടായിരുന്നല്ലോ. അവിടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞാ? എനിക്ക് പറയേണ്ട കാര്യമുണ്ടാ? നിങ്ങൾ ഡ്രഗ് അടിച്ചു പിടിച്ച് നടക്കുന്നത് നിങ്ങളല്ലാണെന്ന് പറയുന്നത് നിങ്ങളായിരുന്നു കുട്ടി വാങ്ങുന്നതല്ലേ? അവിടെ യൂറോപ്പിലത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ഹോണം കീന്ന് അവിടെ കേൾക്കില്ലേ? അപ്പോൾ അവിടെ ഒരു 1.25 വർഷമാണെങ്കിലും 1.25 വർഷമാണെങ്കിലും 1.5 വർഷമാണെങ്കിലും 9 മാസം കാണുകയാണെങ്കിൽ 3-6 മാസമാണെങ്കിലും എത്ര ഇതാണെങ്കിലും 8 മാസമാണെങ്കിലും അവിടെ എനിക്ക് വല്ല പറയണ്ടേ? പട്ടി 1/2 മണിക്കൂർ കുറച്ച പട്ടീനെയും അതിൻ്റെ ഓണറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പിന്നെയാണ് മനുഷ്യരുടെ കാര്യം. മനുഷ്യർ ഒരു പുലർച്ചെ രാത്രി 12 മണി തൊട്ട് രാവിലെ നേരെ 5:45 വരെ ഒച്ചയും ബഹളം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടിയും ജയിലിടും. എല്ലാവരും കൂടി
ഒരു മനസ്സിലാക്കണ പോലെ ഇവിടെ എന്താ ചെയ്യണം, നിങ്ങൾ വെഡികളായിരുന്നു ഊട്ടി വാങ്ങുന്നത്, നിങ്ങൾ തന്നെയായിരുന്നു ഊട്ടി വാങ്ങി കൊടുക്കണേ. ഇത്ര നേരം അതാ ഉണ്ടായത്. ഒരു സ്ഥലത്ത് നേരെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിവില്ല. അറിയുമെന്ന് കാണിക്കാൻ അവിടെ നിന്ന് നിന്നു. സാധാ രീതി സംസാരിക്കാൻ അറിയില്ല. സാധാ രീതി സംസാരിച്ച് പറയണം. സാധാ രീതി സംസാരിച്ച് എന്തെങ്കിലും അങ്ങനത്തെ അതില്ല. എന്നിട്ട് ഡ്രഗ് അഡിക്ട്സ് പെൺപിള്ളേർ ചെറിയ പെൺപിള്ളേർ സെക്സ് ഫീഡുള്ള പെൺപിള്ളേരെ കൊണ്ട് ആരും സംസാരിച്ച രീതിയിൽ എൻ്റെ അടുത്ത്. എന്നിട്ട് വെറുതെ വരും കാട്ടിക്കൂട്ടല്ല. എന്നിട്ട് കുറേ നേരം നിന്നു ഞാൻ അവിടെ. 7:30 രാത്രി തൊട്ട് 7:35 വാലടച്ചില്ല. 7:35 അവരുടെ മുന്നിൽ തന്നെ ഇരുന്നു. എന്നിട്ട് പുലർച്ചെ 1:30 വരെ ഞാൻ വാല് തുറന്നു കിട്ടും. പിന്നെ അവിടെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് കാണിച്ചിട്ട് അവിടെ നിന്നു. അപ്പോഴും മിണ്ടാൻ പറ്റണല്ലേ. അതൊരു സാധാ രീതിയിൽ നിങ്ങൾ പേരൻസ് വിളിച്ച് സംസാരിക്കാൻ പറ്റണല്ലേ. പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ട കാര്യം? ഒരു ബോധം ബുദ്ധി വേണ്ട. എന്താ ചെയ്യണേ? അത് മനസ്സിലാക്കുന്ന ബോധമില്ല. മുനി ആയിരുന്നു കുട്ടി ചത്തവർ ആരെയും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുമോ? കുച്ചന്മാർ പാതിരി എന്ന് പറഞ്ഞ അച്ഛൻ എന്ന് പറയുന്നത് അവർ ആരെങ്കിലും ശരിക്കുള്ളതിനെ കുറിച്ച് പറയുമോ? പാതിരികളുടെ ആവശ്യമില്ല, നിന്ന് വിലയാണ്ട് ചേരുന്നതെന്ന് പറഞ്ഞുണ്ട്. നിന്ന് വിലയാണ്ട് ചെയ്യുന്നത് ആവശ്യമില്ല എന്ന്. അപ്പോൾ പാതിരികൾ ചെയ്യുന്നത് ശരിയാണോ? മാമദീസൊക്കെ ഒരു തൂണുതുള്ളി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട പറഞ്ഞിട്ട് അവർ ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ? 2000 വർഷം മുമ്പ് പറഞ്ഞത് അങ്ങനെയല്ലേ? മനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും മൂമൻ ആണെങ്കിലും ഖുറാൻ എഴുതുന്നത് കുടിച്ച് ടകടിച്ച് നടന്നിട്ടാണ്. മരുന്ന് കൂട്ടി വാങ്ങി കൊടുക്കുന്നതും എല്ലാം. അവർക്ക് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച്, ബൈബിള, തനാക്ക, തോര, താൽമൂഡ് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? അവരിത് പറയുമോ? അവർ കുടിച്ച് ടകടിച്ച് ലക്ക് കെട്ട് അരുന്ന് കൂട്ടി വാങ്ങണവരല്ലേ? പണ്ട് തൊട്ട് അരുന്ന് കൂട്ടി വാങ്ങി കൊടുക്കണവരും അരുന്ന് കൂട്ടി വാങ്ങണവരും സ്വയം. ഇത്ര അഞ്ച് കുടിച്ച് ടകടിച്ച് നടന്ന് പശുപത്തി പറഞ്ഞിട്ട് ടകടിച്ച് തമ്മിൽ കൊലിച്ച് നടന്നു കഴിഞ്ഞാൽ അവർ പറയും അതാണ് കറക്റ്റ് എന്ന്. താങ്ക് യു എന്ന് പറയും. അതാണ് പിടിച്ചിക്കലെന്ന്. ഇത് ഇവിടുത്തെ പിടിച്ചിക്കൽ ആൾക്കാർ ഇതില്ലാത്തതല്ലേ? ആൾക്കാർ ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ്, മിസ്കമ്മ്യൂണിക്കേഷൻ. അതാ പട്ടികൾ പുറത്ത് കുറയ്ക്കാണ്ടിരിക്കാൻ വീട്ടിൽ വളർത്തി ശീലിപ്പിക്കണേ. അവർ വീട്ടിൽ കാർപ്പറ്റിൽ അവർക്ക് മറ്റേ വാക്യൂം ക്ലീനർ കൊണ്ട് ശരിക്കും പൂടയൊക്കെ എടുത്ത് കളഞ്ഞാൽ മതി സോഫയിൽ നിന്നൊക്കെ. അവർക്ക് പറ്റും. അതുകൊണ്ട് വീട്ടിൽ തന്നെ എന്തെങ്കിലും തൊട്ട് അവർ തന്നെ അപ്പം വേസ്റ്റ് അപ്പം കളയും, ക്ലീനാക്കി വെക്കും. അവിടെ പട്ടികളെ അകത്ത്, അവിടുത്തെ ശബ്ദം അകത്ത് നല്ല എല്ലാം ഫുഡെല്ലാം അടച്ചിട്ട വിൻഡോ തണുപ്പല്ലേ, അകത്ത് ഹീറ്ററും അങ്ങനെയൊക്കെ എൻവയോൺമെൻറ്റാണ്. അപ്പോൾ അവർ സാധാ രീതിയിൽ വളർത്തും. സാധാരണ വളർത്തുമ്പോൾ ഉള്ളിൽ കുറേ ഇട്ട് ഞാൻ ശബ്ദം ഇട്ടാൽ വർത്തമാനം പറഞ്ഞാൽ എന്ത് ചെയ്താൽ അവർ പുറത്തേക്ക് കേൾക്കണമെന്നില്ല. അപ്പം അങ്ങനത്തെ ടൈപ്പല്ലേ. അവർ മനസ്സിലാക്കാനുള്ള ബോധം കാണിക്കേണ്ടതാണ്. കുടിച്ചിട്ട് അകടിച്ചിരിക്കുന്ന ബോധമില്ലാത്തവർ പറയുമോ? നിങ്ങൾക്ക് എന്നെ കുറിച്ച് എങ്ങനെയാ അറിയാന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, അറിയില്ല നിങ്ങൾക്ക്. പിന്നെ എങ്ങനെ നിങ്ങളെ ഞാൻ അറിയുമെന്ന് പറയാം. അതാണ് യഹോവ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെല്ലാം അറിയില്ലെങ്കിൽ എനിക്കും നിങ്ങളറിയില്ല എന്ന് പറയുമോ? അപ്പോൾ 96 82 മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങൾ കുടിച്ചിട്ടാണ് കടച്ചടക്കുന്നത് അല്ലേ? ഞാൻ അവിടെ നിന്ന് 0 മാർക്ക് കിട്ടിയാലും ജോലി 90 വർഷം ചെയ്തില്ലെങ്കിലും 45 മാർക്ക് കിട്ടിയാലും 100-ൽ 96-ന് 82 മാർക്ക് കിട്ടിയാലും ഞാൻ ഡ്രഗ് അടിച്ചു കുടിച്ച് നടക്കാൻ പോകണില്ലല്ലോ. അപ്പോൾ അതാണ് മേന്മ എന്ന് പറയുന്നത്. മേമയല്ല, മേമയും പേപ്പനല്ല, മേന്മ.